Okay, so welcoming you all again for the second day of marathon. So ഇന്നലെ ലൈവ് കേട്ടവരുണ്ടാവും. ഇന്നലെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ എന്തായിരുന്നു എക്സാം സ്ട്രാറ്റജി ഫോർ ദ നെക്സ്റ്റ് 2 weeks ആൻഡ് ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ദെൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അതുപോലെ സെക്ഷൻ ബിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഏതൊക്കെയായിരുന്നു ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നോളജ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇന്നലത്തെ സെഷൻ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾ ആ ഒരു സെഷനിൽ പോയിട്ട് അതൊന്ന് കേൾക്കുക, അതിലുള്ള കണ്ടൻസ് ഒന്ന് നോക്കുന്നത്. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യുവർ ജൂൺ പ്രിപ്പറേഷൻ. ഫൈൻ. സോ കമ്മിങ് ടു ദ ഡേ 2, ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ഇപ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. ഓക്കെ, സോ ആ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള കൺസെപ്റ്റ് ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം. പിന്നെ അതിനുശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രീവിയസ് ഇയർ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതാണ് തുടക്കത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം. അതിനുശേഷം സമയം അനുവദിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാൻസ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അതിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യം ഉണ്ടായിരുന്നു, പ്ലാനിങ്ങിൻ്റെ ഒരു നോളജ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ കൺട്രോൾ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യനൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എഗെയിൻ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച്, നിങ്ങളുടെ അവൈലബിലിറ്റി, നമ്മുടെ ടൈമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കത് പ്ലാൻ ചെയ്യാം. സോ ഓൾറെഡി ഈ ക്ലാസ് കേട്ട കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഈ ഒരു ഐഡിയ ഒന്നും കൂടെ മനസ്സിലുറപ്പിക്കുക. കാരണം നോളജ് ക്വസ്റ്റ്യനായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സെഗ്മെൻറ്റാണ് എത്തിക്സ് പോർഷൻ. അതുപോലെ പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും നല്ലോണം വരാൻ ചാൻസ് ഉണ്ട്. ഇത് നോർമലി കുട്ടികൾക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കും. ഈവൺ ദോ ഞാനത് പിന്നെയും എടുക്കുന്നതിൻ്റെ കാരണം മേ ബി ക്ലാസ് മിസ് ഔട്ടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിനെ പറ്റിയിട്ടൊരു ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ ചിലപ്പോൾ അത് മനസ്സിലാക്കിയാൽ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ക്വിക്ക്ലി ഞാനൊന്ന് എത്തിക്സിൻ്റെ പോർഷൻ ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം വൺസ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഏരിയാസിലേക്ക് പോവാം. ജസ്റ്റ് ഇത് ഇൻ്റർനാഷണൽ എത്തിക്സ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഫോർ അക്കൗണ്ടൻസിൽ 5 എത്തിക്സാണ് മേജറായിട്ട് സംസാരിക്കുന്നത്. സോ എഗെയിൻ ഇന്നലെ ഞാൻ ആദ്യം സ്ട്രാറ്റജി വീഡിയോ ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആദ്യം കുറച്ചൊരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാൻ ശേഷം ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്നുള്ളതാണ്. റദർ ദാൻ നേരെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിനേക്കാളും ഐ തിങ്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് സെഷൻ. ഇതിൽ ഓൾറെഡി ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നവർക്കോ അല്ലെങ്കിൽ വേറെ സെഷൻ ഫാക്കൽറ്റീസിന് ക്ലാസ് ഇരുന്നവർക്കൊക്കെ ഈ ഒരു സെഗ്മെൻറ്റ് അത്യാവശ്യം ധാരണയൊക്കെ ഉണ്ടാവും. ഐ നോ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ വെരി ടഫ് ഏരിയ ടു ഡീൽ വിത്ത്, ബട്ട് ഇത് കൈൻഡ് ഓഫ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഇതൊരു ഈസി ഏരിയ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട്, മിക്കവാറും ഞാൻ പറയാനുള്ളത് ക്ലാസ് മിസ്സായി പോയാലൊക്കെയാണ് ഇത് മിസ് ഔട്ടായി പോവുക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അല്ലാത്ത പക്ഷം ഓക്കെ, അത് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് പക്ഷേ എനിക്കതൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുന്ന ചില കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആദ്യം എത്തിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്തിക്സിലെ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നലത്തെ ഒരു പാറ്റേൺ തന്നെ പോകാം. ഫൈൻ. സോ ഇൻറ്റഗ്രിറ്റി, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, പ്രൊഫഷണൽ ബിഹേവിയർ, ഒബ്ജക്റ്റിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഈ 5 പോയിൻറ്റ്സിലാണ് നമ്മളുടെ എത്തിക്സ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഓരോന്നും ക്വിക്ക്ലി ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഓഡിറ്റർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം അയാളുടെ വർക്കിൽ. അയാൾ ബയസ്ഡ് ആയിട്ട് പെരുമാറാൻ വേണ്ടി പാടില്ല, അയാൾ ഇമ്പാർഷ്യലായിട്ട് പെരുമാറണം. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് ഈ സ്ട്രെയിറ്റ് ഫോർവേഡ്, ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തിൻ്റെ കാറ്റഗറി കൊണ്ടുവരുന്നത്, ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റിഗ്രിറ്റിയോടുകൂടി വർക്ക് ചെയ്യുന്ന ആളാണ്. അതായത് എന്താണോ അയാൾ പറയുന്നത്, അതുപോലെ തന്നെ എന്താണോ അയാൾ പ്രവർത്തിക്കുന്നത്, അത് തമ്മിൽ എന്തില്ല, ഒരു കോൺഫ്ലിക്റ്റ് വരാതെ നോക്കുന്ന ഒരാളെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു ഒരാൾ പിന്നെ ടാക്സ് ഒരിക്കലും നിങ്ങൾ
കൊടുക്കാതിരിക്കരുത്, ടാക്സ് കൊടുത്താലല്ലേ നമ്മളുടെ രാജ്യത്തിന് പുരോഗമനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അയാൾ നോക്കുമ്പോൾ അയാൾ ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വെട്ടിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ടാക്സ് വെട്ടിക്കുന്നുണ്ട്, എന്നാൽ ടാക്സ് വെട്ടിക്കാൻ പാടില്ല എന്നുള്ള ലെവലിൽ അയാൾ സംസാരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ല എന്ന് പറയും. അപ്പോൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതൊന്നും അയാൾ പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്ന രീതിയിലേക്ക് ഒരിക്കലും പോകില്ല. അയാൾ പറയുന്ന വാല്യൂവിൻ്റെ അടുത്ത്, അയാൾ പറയുന്ന കാര്യങ്ങളുടെ അടുത്ത് അയാൾക്ക് എന്തുണ്ടാവും, ലൈക്ക് അയാളത് ഫോളോ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാത്ത ഒരാളായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആസ് ആൻ ഓഡിറ്റർ നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോയാൽ ആ സ്ഥാപനത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ പറ്റി നമ്മൾ അത് തന്നെ പറയും, യെസ് ഇവിടെ പ്രോബ്ലം ഉണ്ട്. അല്ലാതെ നിങ്ങളൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും പ്രശ്നം ഇല്ല എന്ന് പറയുന്ന ലെവലിലേക്ക് ഓഡിറ്റർ എന്ത് ചെയ്യരുത്, തിങ്ക് ചെയ്യരുത്. സോ ഓഡിറ്റർ എന്തുള്ള ആളായിരിക്കണം, എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ, എത്തിക്സിൻ്റെ ഇൻറ്റഗ്രിറ്റി പോയിന്റിൽ പറയാനുള്ളത്. സെക്കൻഡ്ലി, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയറിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റർ പ്രൊഫഷണൽ കെയർ അയാളുടെ വർക്കിൽ കൊണ്ടുവരണം. കൃത്യമായിട്ട് അയാൾക്കൊരു ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടാവണം. അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ അയാൾ അക്വയർ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി അയാൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യാൻ വന്ന ആൾ. സോ അയാൾ പ്രൊഫഷണലി കോമ്പീറ്റൻറ്റും ആയിരിക്കണം, അതുപോലെ തന്നെ ഡിലിജൻസോടുകൂടി കെയർഫുള്ളായിട്ട് അയാൾ വർക്ക് ചെയ്യുന്ന ആളും ആയിരിക്കണം. സോ ഒരു ഓഡിറ്ററായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പ്രൊഫഷണലി ഒരു വർക്ക് ചെയ്യാൻ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ കുറച്ചും കൂടെ ഈസിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്കൊരു ഹാർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള നിങ്ങളുടെ റിലേറ്റീവിനെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കുന്ന നേരം ജസ്റ്റ് MBBS കഴിഞ്ഞ ഒരാളുടെ അടുത്ത് പോകുന്നതിന് പകരം നിങ്ങൾ എന്തായാലും നിങ്ങൾ ആരുടെ അടുത്ത് പോകും, ഒരു കാർഡിയോളജിൻ്റെ അടുത്ത് പോകും. അതന്നെ കാർഡിയോളജി ജസ്റ്റ് ഇപ്പോൾ MD പാസ്സായ ഒരാളുടെ അടുത്ത് പോകുന്നതിന് പകരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഒപ്പീനിയൻ എടുക്കാനായിരിക്കും നിങ്ങൾ പോവുക. അപ്പോൾ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അയാളുടെ ക്വാളിഫിക്കേഷൻസും അയാൾക്കിത് ചെയ്യാനുള്ള സ്കില്ലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നതാണ് ഈ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ അതിൻ്റെ കൂടെ തന്നെ സംസാരിക്കുന്ന ഈ ഡ്യൂ കെയർ എന്ന് പറയുമ്പോൾ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ഇതൊക്കെ നിങ്ങൾക്ക് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കീവേഡാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു ക്വസ്റ്റ്യനിങ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾക്ക് തോന്നിയാൽ അയാളത് ക്ലിയർ ആക്കാം എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെയുള്ള ചില കാര്യങ്ങളിൽ സംശയം തോന്നി, അപ്പോൾ അതൊന്നും ചോദിക്കണ്ട, അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം. അങ്ങനെ നമ്മൾ വിട്ട് കളയരുത്. പകരം നമ്മളൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതവിടെ വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കൊട്ടേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഫുഡ് റെസിപ്റ്റ് നോട്ടില്ലാതെ പേയ്മെൻറ്റ് കൊടുത്തത് എന്തുകൊണ്ടാണ്, അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളൊക്കെയും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ക്ലിയർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന ലെവലിലേക്ക് വരുമ്പോഴാണ് നിങ്ങളൊരു നല്ല ഓഡിറ്ററാണ് എന്ന് പറയുന്നത്. ഇല്ലാതെ എന്ത് തന്നാലും അത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് കറക്റ്റാണെന്ന രീതിയിൽ എടുക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ലൊരു ഓഡിറ്ററായി മാറുന്നില്ല എന്ന് കരുതി ഓഡിറ്റർ എല്ലായ്പ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ഡൗട്ട്ഫുള്ളായി തന്നെ നിൽക്കുന്ന ഒരാളായിട്ടല്ല പറയുന്നത്. ഓഡിറ്റർ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡോടുകൂടി അല്ലെങ്കിൽ എന്തുകൊണ്ടതങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണെങ്കിലാണ് അയാൾ നല്ലൊരു ഓഡിറ്ററാണെന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് അയാൾക്ക് എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതെന്തിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ കോമ്പീറ്റൻസിൻ്റെ ഭാഗമാണ്, ഡ്യൂ കെയറിൻ്റെ ഭാഗമാണ്. ജസ്റ്റ് ഈ ഒരു വേർഡ് നോക്കുക. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മീൻസ് ഓഡിറ്റർ ഷുഡ് ഹാവ് ക്വസ്റ്റ്യനിങ് മൈൻഡ് ഓർ ഷുഡ് ബി അലേർട്ട് ഓഫ് എനി മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അയാൾ അലേർട്ട് ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡോടുകൂടി അപ്രോച്ച് ചെയ്യണം എന്നതുള്ളതാണ്. അതുപോലെ തന്നെ അയാൾ എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ള ഒരാളാവുക എന്നുള്ളതാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഫൈൻ. സോ എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഐ ആം ജസ്റ്റ് ഗോയിങ് ത്രൂ ദ കണ്ടൻറ്റ്സ്. സോ പ്രൊഫഷണൽ ബിഹേവിയറിലേക്ക് വരുന്ന സമയത്ത് പ്രൊഫഷണൽ ബിഹേവിയറിനെ നമ്മളൊരു പ്രാക്ടിക്കൽ സിനാരിയോയിലേക്ക് കാണുന്ന നേരം ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു
അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ള ഒരു ഭാഗത്തുനിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു, അല്ലെങ്കിൽ ACCA ബോഡി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സമയപരിധിക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് അല്ലെങ്കിൽ മറുപടി നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നമ്മളടുത്തൊരു അതോറിറ്റി, അതിപ്പോൾ ACCA ബോഡി ആകാം, അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന രാജ്യത്തെ ടാക്സേഷൻ ബോഡി ആകാം, അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നാകാം. നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്വയറി, ഒരു ഡൗട്ടോ കാര്യങ്ങളോ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സമയപരിധിക്കുള്ളിൽ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കണം. ഇനി സപ്പോസ് നമുക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, എനിക്കത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മറുപടി തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എത്ര സമയമാണ് നിങ്ങൾ എടുക്കുക എന്നുള്ളതൊക്കെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ അവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു അപ്രോച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണൽ ബിഹേവിയർ എന്ന കാറ്റഗറിയിൽ പറയുന്നത്. സോ ജസ്റ്റ് വായിക്കുകയാണെങ്കിൽ, ഓഡിറ്റർ ഷുഡ് കംപ്ലൈ വിത്ത് റെലവൻറ്റ് ലോ ആൻഡ് റെഗുലേഷൻ. ദേ ഷുഡ് പ്രോപ്പർലി പ്രൊവൈഡ് റിപ്ലൈ ടു പ്രൊഫഷണൽ ക്വയറീസ് ആൻഡ് ഇൻക്വയറീസ്. ഈ സെക്കൻഡ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സേ ഈവൺ ഇറ്റ് ക്യാൻ കം ഇൻ യുവർ OTQs. അതായത് ഒരു അതോറിറ്റി നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റ്യന് നിങ്ങൾ കൃത്യമായിട്ട് സമയത്തെ പരിധിൻ്റെ ഉള്ളിൽ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി പറയുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ കാണിക്കാതിരുന്ന ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ക്വാളിറ്റി എന്താണ് എന്ന ലെവലിലൊക്കെ നമുക്ക് എന്ത് വരാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എനി ഇൻസ്റ്റൻസ് ഓഫ് നോൺ അഡയറൻസ് ഷുഡ് ഇമീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ദിസ് ടു TCWG or those charged with governance. TCWG is a term when used like നമ്മൾ ഒരു കമ്പനിയിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ആസ് ആൻ ഓഡിറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോയിൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ ഡോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്നാണ് പറയുക. Those charged with governance is audit committee in listed entity, otherwise it is board of directors. If non-adherence is not rectified by those TCWG, auditor should consider implication of this on audit report. അപ്പോൾ those charged with governance എന്ന് പറയുന്നത് ലിസ്റ്റഡ് എൻറ്റിറ്റിയെ സംബന്ധിച്ചോളം ഓഡിറ്റ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ അതെന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ഇഷ്യൂസ് നമ്മൾ TCWG ആയിട്ടല്ലേ ദോസ് ചാർജ് വിത്ത് ഗവർണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷവും അവരത് റെക്ടിഫൈ ചെയ്യുന്നില്ല, അല്ലെ വേണ്ട റിപ്ലൈയോ കാര്യങ്ങളോ നമുക്ക് തരുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ മുന്നിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ക്വാളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്കതിൻ്റെ ഇംപ്ലിക്കേഷൻസ് കൊണ്ടുവരാം. ഇതൊക്കെയാണ് ആസ് ആൻ ഓഡിറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ജസ്റ്റ് ലൈവിലുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് കാണുന്ന കുട്ടികളാണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രൊഫഷണൽ ബിഹേവിയർ ഒന്ന് റീഡ് ചെയ്ത് ടേക്ക് 30 seconds. Just read this portion. Focus on the second point. ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സാധ്യതയുള്ളത് സെക്കൻഡ് പോയിന്റ് എന്നാണ്. ഫൈൻ. ഓക്കെ, പക്കാ. മൂവിങ് ഓൺ. ഒബ്ജക്റ്റിവിറ്റി നോക്കുകയാണെങ്കിൽ, ഓഡിറ്റർ ഷുഡ് നോട്ട് അണ്ടർടേക്ക് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി if a circumstance or relationship unduly influences the accountant's professional judgment regarding that activity. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റീനെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇൻഡിപെൻഡൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡിസിഷനെ ഏതെങ്കിലും രീതിയിൽ വേറൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എൻ്റെ ആസ് ആൻ ഓഡിറ്റർ ഞാനൊരു കമ്പനീൻ്റെ ഓഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു ഒപ്പീനിയൻ പറയാമെന്ന്. അപ്പോൾ ആ ഒപ്പീനിയനിൽ എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നതിൽ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് എന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർ ആകാം, ഓഡിറ്റ് കമ്മിറ്റിയിലെ മെമ്പർ ആകാം, അല്ലെങ്കിൽ ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് ആകാം, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. ഇറ്റ് ക്യാൻ ഈവൻ ബി എ ഷെയർ ഹോൾഡർ ഓൾസോ. അപ്പോൾ ഷെയർ ഹോൾഡർ ഈസ് മൈ റിലേറ്റീവ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ചില കേസിൽ ഓഡിറ്റേഴ്സിന് ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇറ്റ് കംസ് അണ്ടർ അവർ ലോ ഡിസ്കഷൻ ആക്ച്വലി. എനിവേ, നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ഥാപനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നതിനനുസരിച്ച് എൻ്റെ ഒപ്പീനിയൻ മാറുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദർ ഈസ് സം പ്രോബ്ലം. ഒരിക്കലും എൻ്റെ ഒപ്പീനിയൻ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ആയിട്ട് വരാൻ വേണ്ടി പാടില്ല. എൻ്റെ ഒപ്പീനിയൻ എപ്പോഴും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയുന്നൊരു ഒപ്പീനിയൻ ആയിരിക്കണം. അതൊരിക്കലും എന്നെ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കേസായിട്ട് നമ്മൾ എടുക്കരുത്. അല്ലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്? ഒബ്ജക്റ്റീവിനെ ബ്രേക്ക് ചെയ്യുന്നതാണെന്നാണ് പറയുക. സോ ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. ഇത് ഈ ഒബ്ജക്റ്റിവിറ്റിയിൽ യു ക്യാൻ സീ ഫ്യൂ ത്രെഡ്സ് കമ്മിങ് ഇൻ. ഒബ്ജക്റ്റിവിറ്റീനെ ബ്രേക്ക് ചെയ്യുന്ന കുറച്ച് ത്രെഡ്സുകളുണ്ട്. ഇതും ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നോട്ട് സ്മോൾ ഇമ്പോർട്ടൻസ്, ബിഗ് ഇമ്പോർട്ടൻസ്. ദിസ് ക്യാൻ കം ആസ് ആൻ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഓർ ഇറ്റ് ക്യാൻ കം ആസ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്, സെൽഫ് റിവ്യൂ ത്രെറ്റ്, അഡ്വക്കസി ത്രെറ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ്, ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്, ഇങ്ങനെയുള്ള പല ത്രെറ്റുകളും നമുക്ക് വന്നേക്കാം. സോ അതിൽ ഓരോന്നോരോന്നായിട്ട് ക്വിക്ക്ലി ഒന്ന് നമുക്ക് നോക്കാം. സോ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പനിയിൽ ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ, ഡയറക്റ്റ്ലി ഹോൾഡ് ചെയ്യുന്നതാകാം, ഇൻഡയറക്റ്റ്ലി വേറെ ആരെങ്കിലും ത്രൂ ഹോൾഡ് ചെയ്യുന്നതാകാം. അങ്ങനെ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നിങ്ങൾ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പേഴ്സണെ നമ്മൾ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. If he wants to be part of audit team, then audit person should sell shares in client before the start of audit. ഇനിയിപ്പോൾ മുന്നേ നിങ്ങൾ അവിടെ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു എന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ആ ഷെയർസ് എന്ത് ചെയ്താൽ മതി? സെൽ ചെയ്താൽ മതി. യു ക്യാൻ ബിക്കം ഓഡിറ്റേഴ്സ്. അപ്പോൾ ആ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്പനിയിലെ ഓഡിറ്റർ ആവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർ ഹാവിങ് ഷെയർസ് ഇൻ എ ക്ലയൻറ്റ് എന്ന് പറയുന്നത് എന്ത് ത്രെറ്റാണ്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നെക്സ്റ്റ്, ഡിപ്പെൻഡൻസ് ഓൺ ക്ലയൻറ്റ്. അതായത് നിങ്ങളുടെ ഇൻകം, ടോട്ടൽ ഇൻകത്തിൻ്റെ 15% കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം, ഇപ്പോൾ 1 വർഷം അങ്ങനെ വന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ എനിക്കൊരു വലിയൊരു ക്ലയൻറ്റ് കിട്ടി, അവിടെ നിന്ന് വലിയൊരു വരുമാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് 1 crore ആണ് എൻ്റെ ബില്ലിങ് ഒരു വർഷം. സപ്പോസ് ഐ ഗോട്ട് എ ബിഗ് ക്ലയൻറ്റ് ആൻഡ് 25 lakh വാസ് ദ ഇൻകം ഫ്രം ദറ്റ് ക്ലയൻറ്റ്. സപ്പോസ് ഇറ്റ്സ് എ ഗവൺമെൻറ് ഓഡിറ്റ്, ബട്ട് നെക്സ്റ്റ് ഇയർ അതില്ല. അപ്പോൾ ഒരു വർഷം 25% ഒരു കമ്പനിയിൽ നിന്ന് കിട്ടിയത് കൊണ്ടല്ല നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ്, സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് പറയാറ്. സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് വരണമെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ ക്ലയൻറ്റിൽ നിന്നും 2 വർഷമായിട്ട് 15% കൂടുതൽ വരുമാനം വരുന്നുണ്ട്. അതിന് 14.8 ആണെങ്കിലും 15.5 ആണെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു കാറ്റഗറി തന്നെ ഇടും. സപ്പോസ് 15% കൂടുതലായിട്ട് നിങ്ങൾക്കൊരു ഇൻകം സെയിം ക്ലയൻറ്റിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം അത്രയും എക്സീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫീസിന് എത്രയാണെന്ന് പറയും, ടോട്ടൽ ഫീസ് ഇത്രയാണെന്ന് പറയും, അല്ലെ ടോട്ടൽ ഇൻകം ഇത്രയാണ്, ഈ കമ്പനിയിൽ നിന്ന് ഇത്ര ഫീസ് ലഭിക്കുന്നു എന്ന് പറയും. എന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കും ഇവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടും വരുന്നത് ഒരു സിംഗിൾ ക്ലയൻറ്റിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നേരിടുന്ന ത്രെറ്റ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആണെന്ന് പറയേണ്ടി വരും. സോ ദേ ക്യാൻ റിഡ്യൂസ് സം ഓഫ് ദ സർവീസസ് ദേ ഓഫർ ടു ക്ലയൻറ്റ്, ഇൻ വിച്ച് വേ ഫീസ് ഇൻകം ഫ്രം ക്ലയൻറ്റ് വിൽ ഗോ ഡൗൺ ഓർ എൽസ് ഇൻക്രീസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ബൈ ആഡിങ് മോർ ക്ലയൻറ്റ്സ് ആൻഡ് സർവീസസ് ടു അതർ ക്ലയൻറ്റ്സ്. സോ ഇത് ലൈക്ക് നമ്മൾ ഈ ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള സൊല്യൂഷൻ കൂടിയാണ് ഇട്ടിരിക്കുന്നത്. അവരൊന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സർവീസുകൾ റെഡ്യൂസ് ചെയ്യുന്ന എന്നുള്ളതാണ്. ജസ്റ്റ് അങ്ങനെ പറയുമ്പം പറയാം, അല്ലാതെ ഒരിക്കലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ദാറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. നിങ്ങളൊരു പുതിയ അഡീഷണൽ സ്റ്റാഫിനെ എടുത്തിട്ട് അവിടെ വർക്ക് നല്ലോണം പ്രൊവൈഡ് ചെയ്യാൻ തന്നെയാണ് നോക്കേണ്ടത്. എസ്പെഷ്യലി അവിടെ പേയ്മെൻറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ യു കണ്ടിന്യൂ സർവിങ് ദറ്റ് ക്ലയൻറ്റ്. വാട്ട് യു കൻ ഡു ഇസ് യു ഇൻക്രീസ് യുവർ ക്ലയൻറ്റ് ബേസ് സോ ദാറ്റ് ഇത് പെർസെൻറ്റേജ് മൊത്തം നമ്മളുടെ വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കുറയുന്നു. ഉദാഹരണത്തിന് എനിക്ക് 25 lakhs ഒരു ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം 1 crore ആണ്. ഇൻക്രീസ് മൈ ടോട്ടൽ ഇൻകം ടു 2 crore. ദാറ്റ്സ് എ ഗുഡ് സൊല്യൂഷൻ. ആൻഡ് ഇത് പറയുന്നത്ര ഈസി ആവണമെന്നില്ല. അല്ലാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഗുഡ് സൊല്യൂഷൻ പ്രാക്ടിക്കലി.
ബട്ട് ഇൻ എക്സാംസ് ടൈം യു ക്യാൻ റൈറ്റ് ദീസ് 2 പോയിൻറ്റ്സ്. അപ്പോൾ ഒരു ക്ലയൻറ്റിൽ ഹൈ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഷെയർസ് നിങ്ങളൊരു ക്ലയൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ എന്തുണ്ടെന്ന് പറയാൻ പറ്റും, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി പെർസീവ്ഡ് ആസ് ബ്രൈബ് ടു കീപ് ക്വയറ്റ്. ഇത് എഴുതണമെന്നില്ല, ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി. അതായത് നിങ്ങൾക്കൊരു ക്ലയൻറ്റിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, അപ്പോൾ നിങ്ങളൊരു മേ ബി ഒരു ക്രിസ്മസ് ടൈമിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ദിവാലി ടൈമിലാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ടൈമിലാണ്, അപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റോ എന്തോ കിട്ടിയെന്ന് കരുതിയിട്ട് ആ ഗിഫ്റ്റൊന്നും സ്വീകരിക്കാനേ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി വലിയ എമൗണ്ടിൻ്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഡിസിഷൻ മാറ്റാൻ വേണ്ടി പറ്റുന്ന ലെവലിൽ ഒരു വലിയ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ, അല്ലെങ്കിൽ വലിയ എമൗണ്ടിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്കൊരു അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഗിഫ്റ്റ് ആയിക്കോട്ടെ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ റീസണബിൾ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. സപ്പോസ് ഇറ്റ്സ് എൻ ഓണം സീസൺ ആൻഡ് യു ആർ ഓഫേർഡ് വിത്ത് എൻ ഓണസദ്യ, ഗോ ഹാവ് ഇറ്റ്, നോ പ്രോബ്ലം. അതേസമയം നിങ്ങൾക്ക് ഓണം സീസണാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ഒരു 10 lakh അല്ലെ 20 lakh റുപ്പീസിൻ്റെ ഒരു വാച്ചോ കാറോ തരുന്നു, അക്സെപ്റ്റ് ഇറ്റ്, നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. കാരണം അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അഗെയിൻ ചില ഗിഫ്റ്റുകൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും, ചില ഗിഫ്റ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, അങ്ങനെയൊക്കെ വന്നേക്കാം. ബട്ട് സ്റ്റിൽ ഒരു റീസണബിൾ ഗിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്നും, അതേ സമയത്ത് അതിനകത്തല്ല ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്, വലിയ എമൗണ്ടിൻ്റെ ഒരു ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിലെ പോയിന്റ്. ഇനി കണ്ടിൻജൻറ്റ് ഫീസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ലാഭത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എനിക്ക് ഫീസ് തരണം എന്ന് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ 1 crore rupees ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2% പോട്ടെ 10% വാട്ട്സെവർ. അപ്പോൾ 2 crore പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഓഡിറ്റ് ഫീസ് ഇൻക്രീസ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലും ഇൻഡയറക്റ്റ്ലി ഞാൻ ഇവൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. കാരണം 1 crore rupees ആണ് ഇയാളുടെ പ്രോഫിറ്റ് എങ്കിൽ എനിക്ക് കിട്ടുന്ന ഓഡിറ്റ് ഫീസ് 10 lakh ആണ്. എന്നാൽ 2 crore rupees ആണ് ഇയാളുടെ പ്രോഫിറ്റ് എങ്കിൽ എനിക്ക് കിട്ടുന്ന ഫീസ് 20 lakh ആണ്. അങ്ങനെ ഒരു പെർസെൻറ്റേജ് ബേസിലല്ല ഞാൻ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഞാൻ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതുവഴി എൻ്റെ ഓഡിറ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് അല്ലാതെ മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. So when the auditor or firm becomes reluctant to identify issues within their own work or work performed previously, financial statement later performing audit, financial statement preparing financial statement later performing, അതാണ് സെൽഫ് റിവ്യൂ ത്രെറ്റ്. സെൽഫ് റിവ്യൂ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് എല്ലാ വർഷവും കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അത് നേരെ കമ്പനി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കമ്പനിനെ വിശ്വാസമില്ല. പകരം കമ്പനീൻ്റെ അടുത്ത് എന്ത് പറയും, ഗിവ് ദാറ്റ് ടു ഓഡിറ്റർ. ഓഡിറ്റർ അത് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടത്തേക്ക് പോകുന്നത്, ഗവൺമെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ പറയുന്ന ജോബാണ് ആർക്കുള്ളത്, ഓഡിറ്റർക്കുള്ളത്. അപ്പോൾ ഓഡിറ്റർ തന്നെയാണ് ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് ഞാൻ തന്നെ പറയുകയാണ് ഇത് നല്ലതാണ്, അല്ല അത് വേറൊരാൾ പ്രിപ്പയർ ചെയ്ത ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടാണ് ഞാൻ പറയേണ്ടത് അത് മോശമാണോ നല്ലതാണോ എന്ന്. അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേറൊരാളെ കൊണ്ടാണ് ഞാൻ നോക്കിപ്പിക്കുന്നത്. ഇത് ഒരാൾ തന്നെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയും അയാൾ തന്നെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ലതാണെന്നും പറയുമ്പോൾ അവിടെ വരുന്ന ത്രെറ്റാണ് സെൽഫ് റിവ്യൂ ത്രെറ്റ്, വിച്ച് കനോട്ട് ബി അക്സെപ്റ്റഡ്. പെർഫോമിംഗ് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ടുഗദർ. ഇന്റേണൽ ഓഡിറ്റ് ഒരാൾ തന്നെ ചെയ്യുക, എക്സ്റ്റേണൽ ഓഡിറ്റ് ഒരാൾ തന്നെ ചെയ്യാം, നോട്ട് പോസിബിൾ. ഒന്നെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് ഒരാൾ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റ് ഒരാൾ ചെയ്യണം, വൈസ് വേഴ്സ. സോ സേഫ് ഗാർഡ്സ് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇഫ് യു ആർ ദ ഓഡിറ്റർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ് ക്ലയൻറ്റ് ഈസ് പ്രോഹിബിറ്റഡ്. സെപ്പറേറ്റ് ടീം ഷുഡ് ബി യൂസ്ഡ് ഫോർ each engagement offered to the same client with separate partner for each team, separate followed by a second or independent partner review of the work performed. അപ്പോൾ ഇൻ കേസ് നമ്മളെ ഓഫീസിൽ തന്നെ ഒരു FS പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ ഇന്നാൾ വോട്ട് ചെയ്ത് നമ്മൾ വോട്ട് ചെയ്യുന്ന കേസ് സിറ്റുവേഷൻസ് വന്നാൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ടീമിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആൻഡ് പിന്നെ ഉള്ള പോയിൻ്റാണ് ഫെമിലിയാരിറ്റി ത്രെറ്റ്. ഫെമിലിയാരിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പ് ആകാം, ഫാദറോ സണ്ണോ ഡോട്ടറോ സിസ്റ്ററോ ക്ലോസ് റിലേഷൻഷിപ്പോ, അല്ലെ ഒരു കുറേ കാലമായിട്ട് നമുക്ക്
പരിചയമുള്ള ഒരു ക്ലയൻറ്റ്. ഇപ്പം ഞാനൊരു ക്ലയൻറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷമായിട്ട് ഓഡിറ്റ് ചെയ്യാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷം ഒരേ ക്ലയൻറ്റിനെ തന്നെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ ഓഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഓഡിറ്റ് ചെയ്യണം. ഇത്രയും വർഷമായിട്ട് അയാൾ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഒരു ഫ്രോഡോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. 11ാമത്തെ വർഷം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ അവർ ഒരു ഫ്രോഡിലുണ്ടായ കാര്യങ്ങൾ ചെയ്ത് കാണുന്നത്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഇത്രയും വർഷം ഒരു ഫ്രോഡും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും നിങ്ങൾ എന്ത് ചെയ്യരുത്, റിപ്പോർട്ട് ചെയ്യരുത്. ഒന്നുമില്ലേ, നമ്മൾ ഇത്ര കാലം ഒന്ന് വർക്ക് ചെയ്തല്ലേ, ഇത്ര കാലം നമുക്കുള്ള റിലേഷൻ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവന്നത്. വായിച്ചു നോക്കാം. ദ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ഷുഡ് നോട്ട് കണ്ടിന്യൂ ഓർ ടു സെർവ് എ ക്ലയൻറ്റ് ബിയോണ്ട് 7 years. The engagement partner can be reappointed as a partner for the client to which he has served 7 years, provided they have taken a cooling period of 2 years. അങ്ങനെ അത് ഓരോ രാജ്യങ്ങളിലും ഓരോ നിയമങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യൻ കോൺടാക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ 10 years കഴിഞ്ഞിട്ട് പിന്നെ 5 years ആണ് ബ്രേക്ക് വരുന്നത് ഫേമിന്. ആ സമയത്ത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 years. അപ്പോൾ 5 years ഒക്കെയാണ് ഗ്യാപ്പ് വരുന്നത്. സോ അത് നമ്മൾ ഏത് രാജ്യത്താണോ ഓഡിറ്റ് ചെയ്യുന്നതെന്നും നോക്കിയിട്ട് ആ രാജ്യത്തെ നിയമങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് നമ്മൾ പറയാം. ഫൈൻ. അപ്പോൾ ചേഞ്ച് ദ പേഴ്സൺ ദാറ്റ് ഹാസ് എ ഫെമിലിയാരിറ്റി ത്രെറ്റ് ആൻഡ് റൊട്ടേറ്റ് ദ എൻഗേജ്മെൻറ്റ് എവറി 7 years. ഇതാണ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് അഡ്വക്കസി ത്രെറ്റ്. അഡ്വക്കസി ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ, ഒരു ഓഡിറ്റർ ഒരു ക്ലയൻറ്റിനെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ചെയ്തതൊക്കെ പ്രോപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റൊക്കെ വളരെ നല്ലതാണ് എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഒരു സൈഡ് എടുക്കുന്നുണ്ടോ, ഒരു ടേക്കിംഗ് സൈഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു കോടതിയിൽ ഈ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു പൊട്ടൻഷ്യലായ ഇൻവെസ്റ്റർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ടോക്ക് ചെയ്യാൻ ഇയാളെ കൂടെ പോവുക. ഞാൻ ഇയാളുടെ ഓഡിറ്ററാണ്, ഇയാളെല്ലാം ചെയ്യുന്നതെല്ലാം വളരെ പ്രോപ്പറായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു ക്ലയൻറ്റിലൊക്കെ പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ത്രെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അഡ്വക്കസി ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ അഡ്വക്കേറ്റായിട്ട് മാറിപ്പോൾ അല്ല, നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ ഓഡിറ്ററാണ്. ആസ് ആൻ ഓഡിറ്റർ എനിക്കൊരു ഡിസ്റ്റൻസ് ഇടണം അവരുമായിട്ട്. ഞാൻ അവിടെ പ്രൊഫഷണൽ സ്കെപ്റ്റിസം മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡൊക്കെ ഇട്ടുകൊണ്ട് വേണം ഞാൻ നിൽക്കാൻ. അവിടെ ഞാനൊരു സ്കെപ്റ്റിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വെക്കണം. ഒരു കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇല്ലാണ്ട് ഞാൻ ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ബാധിച്ചാൽ അവിടെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡും ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസും ഒക്കെ പറയാം. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ പറയുകയാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ പുറത്തുള്ള ആൾക്കും തോന്നണം. അതായത് പുറമേ നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും എന്ത് ഫീല് വരരുത്, ഇയാളിത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഫീല് വരരുത്. ഇയാൾ കോംപ്രമൈസ് ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കോംപ്രമൈസും ചെയ്യാതെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിങ്ങിൽ പുറമേ ഒരാൾക്ക് കിട്ടുന്ന രീതിയിൽ വേണം ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ ഓഡിറ്റ് ചെയ്യാൻ. അതൊക്കെയാണ് അഡ്വക്കസി ത്രെറ്റ് പറയുന്നത്. സോ ഒരു ബിസിനസ് പ്ലാൻ അഡ്വൈസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ മീറ്റിങ്ങിന് കൂടെ പോകുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു കോടതിയിൽ ഇയാൾക്ക് റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നതാണെങ്കിലൊക്കെ ഞാൻ എന്തായിട്ട് മാറുവാണ്, അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അഡ്വക്കസി ത്രെറ്റ് എന്ന് പറയുന്ന പ്രൊഫഷണൽ അക്കൗണ്ടാണ്. സോ വാട്ട് ഇസ് ദ സേഫ് ഗാർഡ് ഫോർ ദിസ്? ഓഡിറ്റർ ഷുഡ് പൊളൈറ്റ്ലി ഡിക്ലൈൻ any request for management which result in promoting business. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീക്ലൈൻ ചെയ്യുക. എന്നാൽ ശ്രദ്ധിക്കുക, പൊളൈറ്റ്ലി ഡീക്ലൈൻ ചെയ്യാം. ഒരു ഹാർഷായിട്ടൊന്നും അല്ല, എനിക്കൊന്നും പറ്റത്തില്ല, അങ്ങനെ ഹാർഷൊന്നും ആവണ്ട. ആളെ പറഞ്ഞ് മനസ്സിലാക്കി ആക്ച്വലി ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അഡ്വക്കസി ത്രെറ്റ് വരും, അപ്പോൾ എനിക്കും നിങ്ങൾക്ക് 2 കൂട്ടർക്കും മോശമാണെന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻറ്റിമിഡേഷൻ, വിച്ച് ഈസ് വെരി ലെസ് കമ്പാരിറ്റീവ്ലി ഭീഷണിപ്പെടുത്തുന്ന നടപടിയാണ്. അപ്പോൾ എങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഡിറ്റർ ഫീസ് സപ്പോസ് 3 lakh, അതിന് മുന്നത്തെ വർഷവും ഓഡിറ്റർ ഫീസ് 3 lakh, ഈ വർഷത്തെ ഓഡിറ്റ് ഫീസ് 3 lakh, ഈ 3 വർഷത്തെയും ഫീസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇയാൾ പറയുകയാണ് ഞാൻ ഫുൾ എമൗണ്ട് 9 lakh ഓഡിറ്റർ സിംഗിൾ പേയ്മെൻറ്റിൽ ക്ലിയർ ആക്കി തരാം, പക്ഷേ നീ എനിക്ക് വേണ്ടി നല്ല ഒപ്പീനിയൻ പറയണം, എന്നെപ്പറ്റി മോശം ഒപ്പീനിയൻ പറയരുത്. അങ്ങനെ ഗുഡ് ഒപ്പീനിയൻ പറഞ്ഞാൽ മാത്രം നിലനിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഫീസ് നഷ്ടപ്പെട്ടു പോകുമല്ലോ, അല്ലെങ്കിൽ ഫീസ് തരണമെങ്കിൽ നല്ല ഒപ്പീനിയൻ തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ കൊടുക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റിമിഡേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ പക്ക ഭീഷണി ആയിട്ട് പറയുന്നതിനെയാണ് പറയുന്നത്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് ഓഡിറ്റ് ഫീസ് ഫ്രം ദ ക്ലയൻറ്റ് ഈസ് ഡീം ആസ് ഈസ് ദ ഫേം ഹാസ് ഗിവൺ എ ലോൺ. Outstanding fees is also characterized as a self-interest threat in exam paper because the auditor will have a self-interest in recovery of fees. അത് നമുക്ക് സെൽഫ്-ഇൻട്രസ്റ്റ് ആയിട്ടും പറയാം. എടാ ഞാനൊരു വർക്ക് ചെയ്തു, എനിക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെനിക്ക് പൈസ തരാനുള്ള ആളായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. അതാണ് ആ ഫസ്റ്റ് പോയിന്റിൽ അവർ പറയുന്നത്.
ഇനി further outstanding fees can be used as a technique by management to pressurize the auditor to give clean report by making recovery of fees conditional to a clean report by auditor. അപ്പോൾ എനിക്കൊരു ക്ലീൻ റിപ്പോർട്ട് തന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ഫീസ് തരുള്ളൂ എന്നൊക്കെ നമ്മളുടെ കമ്പനി നമ്മുടെ അടുത്ത് വാശി പിടിക്കുകയാണെങ്കിൽ, അപ്പോൾ എനിക്കൊരു ക്ലീൻ റിപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ തരണം, എന്നാലേ ഞാൻ എന്ത് തരുള്ളൂ, എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഫീസൊക്കെ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഉള്ള ഫീസ് കിട്ടണമെങ്കിൽ ഇത് നല്ല ഒപ്പീനിയൻ കൊടുക്കാൻ വേണം, എന്നാൽ ഇവിടെ മോശം ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഓർഡർ ആയിപ്പോകുന്നതിനെയാണ് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സേഫ് ഗാർഡ്സ്. നമുക്ക് ഫീസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഡിലേ ദ ഓഡിറ്റ്. ഇനി ബിഫോർ ദ സ്റ്റാർട്ട് ആൻഡ് ദിസ് ഹാസ് കോസ്റ്റ് സബ്സ്റ്റാൻഷ്യൽ ഡിലേ ദെൻ സീക്ക് ലീഗൽ അഡ്വൈസ്. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ലീഗൽ മാറ്ററായിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസ് ഒപ്പീനിയൻ എടുക്കണം. ആൻഡ് ഇഫ് ക്ലയൻറ്റ് ഈസ് പ്രഷറൈസിങ് ഓഡിറ്ററിൻ്റെ ക്ലയൻറ്റ്, ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് ദിസ് വിത്ത് TCWG ഓർ ദ ഓഡിറ്റ് കമ്മിറ്റി ഇൻ എ ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീൻ്റെ കേസിൽ ഓഡിറ്റ് കമ്മിറ്റീൻ്റെ അടുത്തോ അല്ലെങ്കിൽ TCWGൻ്റെ അടുത്തോ ഇങ്ങനെ ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയണം. സോ ലാസ്റ്റ് പോയിന്റ് ഇസ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞാൽ, ആസ് ആൻ ഓഡിറ്റർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു പുറത്ത് പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഇവരുടെ ഒരു സീക്രട്ട് റെസിപ്പി പോലെയുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, പുറത്ത് പറയാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി. സോ നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ അതേസമയം ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നടത്തുന്ന ഒരു ക്ലിനിക്ക്, അവിടെ ആ ഐ സ്പെഷ്യലിസ്റ്റ് അല്ലെ അവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റ് ആകാം, അയാൾ ക്വാളിഫൈഡ് അല്ല എന്നുള്ളത് ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞു. അപ്പോൾ അത് രഹസ്യ സ്വഭാവമുള്ളൊരു വിഷയം തന്നെയാണ്, പക്ഷേ അത് ഞാൻ പുറത്ത് പറയണം, അല്ലെങ്കിൽ ഒരു ലീഗൽ നോട്ടീസിലേക്ക് അത് പോകണം, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് ഞാൻ പുറത്ത് പറയണം, ഈവൻ ദോ അതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണെങ്കിലും. മനസ്സിലാവുമോ? ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡെർമറ്റോളജിസ്റ്റ് അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, അയാൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയ ക്വാളിഫിക്കേഷൻസ് ഇല്ല. അപ്പോൾ അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3 തരത്തിൽ നമുക്ക് കോൺഫിഡൻഷ്യലായ കാര്യം പുറത്ത് പറയാം. ഒന്ന്, നമുക്ക് കമ്പനി സ്പെസിഫിക്കലി ഒരു പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാം, അല്ലെങ്കിൽ ഇത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഉദാഹരണത്തിനിപ്പോൾ മെഴ്സിഡീസ് ആയിക്കോട്ടെ, വോൾവോ ആയിക്കോട്ടെ, അവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആർക്ക് വേണമെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഈവൻ ദോ അതിനൊരു കോൺഫിഡൻഷ്യൽ സ്വഭാവം ഉണ്ടെങ്കിലും അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതാണ്. അപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓൾറെഡി ഞങ്ങൾക്ക് പെർമിഷൻ തരിക. ഇനി അതല്ല, ലീഗലായിട്ടുള്ളൊരു ആവശ്യത്തിനാണ്, അപ്പോൾ കോടതി നമ്മളടുത്ത് ചോദിച്ചു, അന്നേരം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തതാണ്. ഈ സിറ്റുവേഷനിലല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പൊതുവേ കോൺഫിഡൻഷ്യലായ മാറ്റേഴ്സ് പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. ആൻഡ് ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, അവിടുത്തെ ഡെർമറ്റോളജിസ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾ നോക്ക്, പ്രൊഫഷണൽ കോമ്പീറ്റൻസിൻ്റെ ഭാഗമായിട്ട് ക്വാളിഫിക്കേഷൻ, സ്കില്ലും എക്സ്പീരിയൻസുകളൊക്കെ വേണ്ടേ? മേ ബി ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾക്ക് ഇതില്ല എന്നുള്ള കാര്യം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഒരു റോൾ പ്ലേ ചെയ്യണം. അതിനെ അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്തു എന്നൊന്നും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആക്ഷേപമൊന്നും വരത്തില്ല. അപ്പോൾ നോക്കാം, ലീഗൽ റിക്വയർമെൻ്റ് ആണെങ്കിൽ, പബ്ലിക് നോട്ടീസ് ആണെങ്കിൽ, സ്പെസിഫിക് പെർമിഷൻ ഉണ്ടെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കോൺഫിഡൻഷ്യാലിറ്റി ഒരു സിറ്റുവേഷനിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി കോംപ്രമൈസ് ചെയ്യാനൊക്കെ പറ്റും. ഫൈൻ. സോ നെക്സ്റ്റ് പോയിന്റ് വുഡ് ബി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഓക്കെ, ബിഫോർ മൂവിങ് ടു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലെറ്റ് മീ ടേക്ക് എ മൊമെൻറ്റ് ആൻഡ് സി. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Integrity, professional competence and due care, professional behavior, objectivity and confidentiality. Hope you are getting it. Good to go. Yeah. So let me discuss with you topic conflict of interest. Yeah. അതായത് സപ്പോസ് ഓൾറെഡി ഞാനൊരു ഒരു കമ്പനീൻ്റെ ഓഡിറ്ററാണ്, അവരുടെ ഡയറക്റ്റ് കോമ്പീറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഓഡിറ്റും കൂടെ നിങ്ങൾക്ക് ചെയ്യാമോ? ഏറ്റവും സിംപ്ലി മനസ്സിലാക്കാൻ വേണ്ടി കോള, പെപ്സി ഓർ ആപ്പിൾ, സാംസങ്
അപ്പം ഞാൻ ഓൾറെഡി ആപ്പിളിൻ്റെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ അടുത്ത് സാംസങ് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഓഡിറ്റും കൂടെ നിങ്ങളൊന്ന് ചെയ്യാമോ. അപ്പോൾ നമ്മളുടെ ഓഡിറ്റും കൂടെ നിങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് നേരെ കയറി യെസ് പറയാൻ പറ്റില്ല. ഞാൻ പകരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പം വന്ന ക്ലയൻറ്റിൻ്റെ കോമ്പറ്റീറ്ററായ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാൻ പറയണം എനിക്കൊരു വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഐ ക്യാൻ ഡീൽ ലൈക്ക് ദിസ്. നിങ്ങളെനിക്ക് 50 lakh rupees ഓഡിറ്റ് ഫീസ് തരുന്നത്. നിങ്ങളുടെ കോമ്പറ്റീറ്ററും എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടി ഓഡിറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. അവരെൻ്റെ അടുത്ത് 80 lakhs ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വർക്ക് എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവർ പറയാണ് നിങ്ങൾ ആ വർക്ക് എടുക്കരുത്. അങ്ങനെ വർക്ക് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ 50 ലക്ഷം തരുന്നുള്ളൂ, അവർ 80 ലക്ഷം തരുന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഓഡിറ്റ് ഫീസ് കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അയാളെ പറയാണ് അതും എടുത്തോ ഇതും എടുത്തോ, എനിക്ക് എൻ്റെ സമയത്ത് തീർത്താമെന്ന് പറഞ്ഞാൽ രണ്ടും എടുക്കാൻ പ്രശ്നമില്ല. ഇനി അതല്ല ഇയാൾ 50 ലക്ഷം തരുള്ളൂ എന്ന് പറയുന്നത്, മറ്റുള്ള 80 ലക്ഷം തരാമെന്ന് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും പോകാം. പക്ഷേ നമ്മളൊന്നെങ്കിൽ നമ്മൾ ഇയാളുമായിട്ട് ടേംസ് എത്തണം, അല്ലെങ്കിൽ ഇയാളെടുത്ത് ആ ഒരു വർക്ക് നമ്മൾ ലീവ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇൻ കേസ് രണ്ടും കൂടെ എടുക്കണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. 2 സ്ഥലത്തും ഞാൻ ഡിഫറെൻറ്റ് ടീമിനെ അയക്കും. ആ 2 ടീമിൻ്റെ അടുത്തും പറയും ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അയാളുടെ അടുത്തും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പാടില്ല, റിപ്പോർട്ട് ടു മീ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നാൽ ഡീൽ ചെയ്യാം. സോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി റിലേറ്റഡ് ആണ്. ACCA കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് 2 ക്ലയൻറ്റ്സ് നമുക്ക് ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം സംസാരിച്ചിട്ട് അയാൾക്കത് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കണം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് സോ വാട്ട് ഈസ് എ സേഫ് ഗാർഡ്? ലൈക്ക് ഒന്നെങ്കിൽ നമുക്കതിൽ ഏതെങ്കിലും ഒന്ന് പോകാം. ഇനിയിപ്പോൾ ഏതാണ് നമുക്കതിപ്പം ഫീസ് മാത്രമാണെന്നില്ല കേട്ടോ. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഫീസിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ഒരാൾ 10 കോടി, ഒരാൾ 10.2 കോടി പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് കൺവീനിയൻസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് കൂടുതൽ നമുക്കൊരു ഫീലിംഗ് ഗുഡ്, അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. സോ അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളത് നമ്മളെ ഡിസിഷനാണ്. അത് ലൊക്കേഷൻ വൈസ് ആയിരിക്കാം, അവരുടെ ട്രീറ്റ്മെൻറ്റുള്ള കാര്യമായിരിക്കാം, പല എക്സ്പോഷറുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം. ഇനി അതല്ല 2 വർക്കും നിങ്ങൾ കൊണ്ടുപോകാനാണ് പ്ലാനെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങൾ 2 ഡിഫറെൻറ്റ് ടീംസ് യൂസ് ചെയ്യുക. അവർ തമ്മിലൊരു കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതാണ് ബെറ്റർ ആവുക. അപ്പോൾ an audit firm ABC company has 2 firms, Pepsi and Cola competitors. One audit firm can do their audit. It is provided safeguards ഉണ്ടെങ്കിൽ. ഇനി റിസ്ക് ഇൻ ദാറ്റ് ഒരു ഓൾറെഡി ഓഡിറ്റ് ചെയ്യുന്ന ക്ലയൻറ്റിനുള്ള ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഫർമേഷൻസ് അയാൾ എന്ത് ചെയ്യുമോ എന്നുള്ളതായിരിക്കും, പുറത്ത് പറയുമോ, അല്ലെങ്കിൽ എൻ്റെ കോമ്പറ്റീറ്റർക്ക് ഇവിടുത്തെ ഇൻഫർമേഷൻ എല്ലാം കൈമാറുമോ എന്നുള്ളതായിരിക്കും ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീമിനുള്ള ടെൻഷൻ. സോ ഇത്രയാണ് എനിക്ക് എത്തിക്സ് എന്ന് പറയുന്നൊരു പോർഷനിൽ ഐ തോട്ട് ഐ വിൽ ഗീവ് എ നോർമലി വാട്ട് യൂസ് ടു we used to deal directly with the question. സോ അഗെയിൻ ബേസിക്സ് മിസ്സായ കുട്ടികളുണ്ടാവാം, ഓൾറെഡി ക്ലാസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ക്ലാരിറ്റിയും കൂടെ വേണ്ട കുട്ടികളുണ്ടാവും. സോ അവരൊക്കെ വിചാരിച്ചിട്ടാണ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ കോൺഫിഡൻഷ്യാലിറ്റി പോലെയുള്ള പോയിൻറ്റ്സും ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ ആഫ്റ്റർ ദിസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് we will discuss a previous year question and have clarity on this. Okay ആണോ? Fine. അപ്പോൾ I am taking a small break of 7 minutes for prayer and I will come back soon. Okay, so see you after the prayer. So stay here, I will get back to you.
ഓക്കെ, സോ നമ്മൾ ബ്രേക്കിന് മുന്നേ ഡിസ്കസ് ചെയ്തത് എത്തിക്സിലെ കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എത്തിക്സിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഇറ്റ്സ് എ ലിറ്റിൽ ഓൾ ക്വസ്റ്റ്യൻ ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ലെറ്റ്സ് സീ. You are an audit manager of Pink Panthers and Company. Okay, visible ആണല്ലോ. Okay, you are an audit manager of Pink Panthers and Company and are planning to audit of Golden Finance Company, a banking institution which provides a range of financial services including loans. Your firm has audited Golden for 4 years and company's year end is 30 September 2015. അപ്പോൾ 4 years ആയിട്ട് നിങ്ങൾ ആ കമ്പനീൻ്റെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഗുഡ്. At the end of August, Golden's financial controller left and new replacement is not due. Start until approximately 2 months after the year end. The finance director, who is the sister-in-law of the audit engagement partner, has asked if a member of the audit team can be seconded to Golden for 3 months to act as temporary financial controller. അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോൾ അവിടെ ഇല്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരാളെ അവിടെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്, ഒരു ടെമ്പററി ഫിനാൻഷ്യൽ കൺട്രോളർ റോളിലേക്ക്. ദ ഫിനാൻസ് ഡയറക്ടർ ഹാസ് ഇൻഫോംഡ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പാർട്ണർ ദാറ്റ് വെൻ ഓഡിറ്റ് ഈസ് കംപ്ലീറ്റ് ഷീ വുഡ് ലൈക്ക് ദ ഹോൾ ടീം ടു അറ്റൻഡ് ആൻ ഈവനിങ് വാച്ചിങ് നാഷണൽ ഫുട്ബോൾ ടീം പ്ലേ എ മാച്ച് ഫോളോഡ് ബൈ എ ലക്ഷറി മീൽ. അപ്പോൾ ഒരു ലക്ഷറി മീൽ തരാം, അതുപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ ഗെയിമിന് ടിക്കറ്റൊക്കെ എടുത്ത് തരാം എന്നൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് സീ. യൂസിങ് ദ ഇൻഫർമേഷൻ അബോവ്, ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 3 ethical threats which may affect the independence of Pink Panthers and Company, audit of Gold Finance Company, and for each threat explain how it might be reduced to acceptable level. അപ്പോൾ നമ്മളൊരു ത്രെറ്റ് ആയിക്കോട്ടെ, ഒരു റിസ്ക് ആയിക്കോട്ടെ, നമുക്കതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനാണ് പറ്റുക. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സീറോ ആക്കാനല്ല പറ്റുക, ഒരു അക്സെപ്റ്റബിൾ ലോവർ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യാനാണ് പറ്റുക. അപ്പം നമുക്ക് നോക്കാം. One more time, you guys go through the question. Please go through the question once. Okay. Fine. First of all, the finance director who is sister-in-law of the audit engagement partner. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടാണ്, ഫെമിലിയാരിറ്റി ത്രെട്ടാണ് വരിക. സെൽഫ് ഫെമിലിയാരിറ്റി ത്രെട്ട്. കാരണം സിസ്റ്റർ-ഇൻ-ലോ ആണ്, വളരെ ക്ലോസ് ആണെന്നെല്ലാം പറയുമ്പോൾ അവിടെ വരുന്ന ത്രെട്ട് എന്താണ്? ഫെമിലിയാരിറ്റി ത്രെട്ടാണ്. Why? Because engagement partner has family relationship with the finance director, and due to this the engagement partner will be sympathetic towards finance director and will trust the finance director and will never go against finance director. This will lose the skepticism or professional skepticism of engagement. അപ്പോൾ നമ്മൾ നേരത്തെ skepticismത്തിൻ്റെ കാര്യം പറഞ്ഞു. This will never go against finance director and the engagement partner should be replaced by another partner for the upcoming audit. അപ്പം നമ്മൾ അങ്ങനെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ അതേ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെമിലിയാരിറ്റി ത്രെട്ട് വരാം. ആൻഡ് ഫെമിലിയാരിറ്റി ത്രെട്ട് വന്നാലുള്ള പ്രോബ്ലം അവർ പ്രോപ്പറായിട്ടൊരു ഒപ്പീനിയനോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യില്ല, വിച്ച് ക്യാൻ ഹാവ് ആൻ ഇംപ്ലിക്കേഷൻ അബൌട്ട് ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് ദ ഓഡിറ്റ്. Issue 2 has asked if a member of the audit team can be seconded to Golden for 3 months to act as temporary finance controller. Member of the audit team is seconded or sent to the client to act as finance controller for 3 months will give rise to self-review threat. നമ്മളുടെ വൺ ഓഫ് ദി മെമ്പർ തന്നെയാണ് അവിടെ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ അതൊരു സെൽഫ് റിവ്യൂ ത്രെറ്റാണ് ആയി മാറുക. ബിക്കോസ് ദ വർക്ക് പെർഫോംഡ് ബൈ ദ ഫിനാൻസ് കൺട്രോളർ will not be reviewed by audit team and the audit team will be reluctant to check the work performed by finance controller due to the fact he is a member of the audit team. അപ്പോൾ അയാൾ തന്നെയാണ് അവിടുത്തെ മെമ്പർ, അയാൾ അവിടുത്തെ ഒരു കോ വർക്കറാണ്. അപ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ചെക്ക് ചെയ്യാതിരിക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതെന്ന് അവർ മടി കാണിച്ചേക്കാം. സോ that can be a reason. So this is again finding out what is the threat. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുന്നേ സെൽഫ് റിവ്യൂ ത്രെറ്റും സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റും ഫെമിലിയാരിറ്റി ത്രെറ്റും അങ്ങനെയുള്ള പല ഒബ്ജക്റ്റിവിറ്റീനെ ഇമ്പാക്ട് ചെയ്യുന്ന അല്ലെ ഇൻഡിപെൻഡൻസിനെ ഇമ്പാക്ട് ചെയ്യുന്ന ത്രെട്ടുകളെപ്പറ്റി സംസാരിച്ചു. ഇതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സിനാരിയോസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണോ? ഫൈൻ. സോ അഗെയിൻ
identify 3 ethical threats which may affect the independence of Pink, and what are the third one here. Again, this is part of brainstorming we are doing. ആൻസർ അധികവും നമ്മളൊരു ബോക്സിൽ ആയിരിക്കും ഉണ്ടാവുക, ഒരു ഹെഡിങ് ആയിട്ട് എത്തിക്കൽ ത്രെട്ട് ഇപ്പോൾ സേഫ് ഗാർഡ്സും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബോക്സിൽ വേണം ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, തേർഡ് പോയിന്റിൽ 2 team members have significant loans owing to company. Significant loan by 2 members is a self-interest set. Again, ഈ ഒരു പോർഷൻ നോക്കാം. One second, there is a technical, ഈ പോയിന്റ് നോക്കിയേ, ഈ പോയിന്റ്. You are aware that number of audit team members currently bank with Golden and 2 team members have significant loans. Already അവർക്ക് എന്തുണ്ട്, loans already ഉണ്ട്. And Pink's taxation department also provides service to Golden. They have been approached by the Golden to represent them in negotiation to resolve some outstanding issues with taxation authority for which the fees quoted are substantial. Okay, പിന്നെ നമ്മൾ ആ ഒരു ഫുട്ബോൾ ടീമിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ തേർഡ് പോയിന്റിൽ 2 team members have significant loans owing to the company. The significant loan by the 2 members is a self-interest threat because the 2 members will lose skepticism in conduct of audit as they will try to keep client happy by not doing deep investigation. In order to secure a better payment plan of the outstanding loan they have to pay, the 2 member is specific should not be part of the audit team for the upcoming audit. That's it. Okay, ഫൈൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ആൻസറിങ് ഒന്ന് കാണിച്ചു തരാം. എത്തിക്കൽ ത്രെറ്റും അതുപോലെ തന്നെ സേഫ് ഗാർഡും നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എത്തിക്കൽ ത്രെറ്റിൽ നമ്മൾ എന്താ പറയുന്നത്, ദിസ് ഈസ് എ ഫെമിലിയാരിറ്റി ത്രെറ്റ് ബിക്കോസ് engagement partner has family relationship with finance director, and due to this the engagement partner will be sympathetic towards finance director and will trust finance director and will never go against finance director. This will lose skepticism for the engagement partner. എന്താണ് safeguard ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, what is the solution which you can think of? Engagement partner should be replaced by another partner for the upcoming audit. ഇനി second threat, member of the audit team is sent to client to act as finance controller for 3 months will give rise to self-review threat because the work performed by the finance controller will not be reviewed by audit team, and the audit team will be reluctant to check the work performed by the finance controller due to the fact he is a member of the audit team. So the member of the audit team to be seconded as a finance controller should not be part of the audit team. Code of conduct permits secondments for a short term. അപ്പോൾ ഷോർട്ട് ടേമിലേക്ക് അപ്പോൾ ഒരു അർജൻറ്റ് റിക്വയർമെൻറ്റിലുള്ള സമയത്ത് നമുക്കങ്ങനെ കൊടുക്കാം, പക്ഷേ അയാളെ പിന്നെ നമ്മൾ എന്തിലേക്ക് ഇടില്ല, ഓഡിറ്റ് ടീമിലേക്ക് ഇടില്ല. അപ്പോൾ ഓഡിറ്റ് ടീമിലേക്ക് ഇട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ എന്തായി മാറും, സെൽഫ് റിവ്യൂ തൊട്ടടിക്കും. അതായത് അയാൾ ചെയ്ത വർക്ക് അയാൾ തന്നെ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരിക. ഇനി സിഗ്നിഫിക്കൻറ്റ് ലോൺ ബൈ 2 members is a self interest threat because the 2 members will lose skepticism in the conduct and the audit as they will try to keep the client happy by not doing deep investigation in order to secure a better payment plan for the outstanding loan they have to pay. അപ്പോൾ അവർക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിൽ പെൻഡിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോണൊക്കെ കൊടുക്കേണ്ട ഒരാളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു വർക്കിൽ നിന്ന് മേ ബി അവരെ വെറുപ്പിക്കാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ദ 2 members specified should not be part of the audit team for the upcoming audit. സോ അപ്കമിങ് ഓഡിറ്റിൽ അവരെന്താവാൻ പാടില്ല, ഈ ഒരു ഓഡിറ്റ് ടീമിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ആണോ? Okay. Okay. Okay, I would recommend you to just go through once. Just on the answer ഒന്ന് നോക്കാം.
Okay, done. Okay, this is repeating. Yeah. Your question, yeah, just go through here. Fine. If you are done, we'll move or we'll take another document. Let's just me open that. Give me a moment to open that. Okay, I'll just open ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു break tab കൊടുക്കും. I'm just opening the document. Okay. ഓക്കെ ഫൈൻ. അപ്പം നമുക്കിനി ഞാൻ എടുക്കാൻ പോകുന്ന ഭാഗം ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഗ്യാദർ സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് that whether controls are operating effectively or not. If controls are operating effectively, control risk will go down. Risk of material misstatements in FS will go down as well. That means the auditor efforts to gather sufficient approved evidence on FS will reduce. അപ്പോൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുന്നൊരു ഭാഗം അഗെയിൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഓഡിറ്റ് അല്ലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിലൊരു കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്നത് ആ കൺട്രോൾ പ്രോപ്പറാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾ പരിപാടി. ഓക്കെ, അപ്പോൾ ഒരു നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സേ നമ്മളൊരു ഇപ്പോൾ ഓക്കെ 2 days ബാക്ക് അഗെയിൻ ഇവിടെ കാലിക്കറ്റിൽ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ സപ്പോസ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, പക്ഷേ ആ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അഗെയിൻ നമുക്കിവിടെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് അവിടെ ആ സമയത്ത് എത്താൻ പറ്റിയോ, അവിടെ അത് തീ അപ്പം തന്നെ കൺട്രോൾ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻ കേസ് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പറയുന്നത്. ഓക്കെ, 1 second, ലെറ്റ് മീ ഗിവ് എ റിപ്ലൈ. യെസ്, ഐ വിൽ ഷെയർ. ഓക്കെ, നമ്മളുടെ ACCA ഗ്രൂപ്പ് ഉണ്ട്, ACCA യൂസ്ഫുൾ മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ഷെയർ ചെയ്ത് തരാം, വീഡിയോ ഷെയർ ചെയ്ത് തരാം, മെറ്റീരിയൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്സായി കണ്ടാൽ മതി, മെറ്റീരിയൽ ഞാൻ തരാം. ഓക്കെ ഫൈൻ. എനിവേ ഐ വിൽ ഗിവ് ടു ദ കോർഡിനേറ്റർ ഓർ സംതിങ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ ഓക്കെ അക്ബർ. സോ ഇഫ് കൺട്രോൾസ് ആർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി, അപ്പോൾ കൺട്രോൾസ് എഫക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോൾ റിസ്ക് എന്തായി വരും, റെഡ്യൂസായി വരും. ആൻഡ് ഇഫ് കൺട്രോൾസ് ആർ നോട്ട് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി, അപ്പോൾ കൺട്രോൾസ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രോപ്പർ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ഇൻറ്റേർണൽ കൺട്രോൾ വീക്കായി. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഇൻറ്റേർണൽ കൺട്രോൾസ് വീക്കാകുന്ന സമയത്ത് അവിടെ വരുന്ന റിസ്കിനെയാണ് നമ്മൾ കൺട്രോൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ കൺട്രോൾസ് വളരെ കുറവാണ്, ഇൻറ്റേർണൽ കൺട്രോൾസ് കുറവാണ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു റിസ്ക് ഉണ്ടെന്ന് പറയാം. കാരണം ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് വീക്കാകുന്ന സമയത്ത് അവിടെ കുറേ ഇഷ്യൂസ് വന്നേക്കാം. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് വീക്കായത് കൊണ്ട് വരുന്ന റിസ്കിനെ നമ്മൾ എന്ത് വിളിക്കും, കൺട്രോൾ റിസ്ക് എന്നാണ് പേര് കൊടുക്കുക. സോ റിസ്ക് ഓഫ് മെൻ്റൽ മിസ്സ്റ്റേറ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇൻക്രീസ് ആവും. ആൻഡ് ഓൾസോ അവിടെ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഓഡിറ്ററുടെ ഓഡിറ്റർ കൂടുതൽ എഫേർട്ടും കാര്യങ്ങളും ഇടേണ്ടതുണ്ടാവും. അപ്പോൾ എഫക്റ്റീവ്ലി വർക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ കൺട്രോൾ റിസ്ക് കൂടാം, കൺട്രോൾ റിസ്കിലെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾസ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെക്ക് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസാണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം, കൺഫ്യൂസ്ഡ് ആവേണ്ട.
ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പറഞ്ഞാൽ ഓഡിറ്റർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുവാണ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തിനാണ് ചെയ്യുന്നത്? അത് അവിടുത്തെ കൺട്രോൾസ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ബാങ്കിൽ പണം എടുക്കുന്നതിൻ്റെ മുന്നേ അവിടെയുള്ള സ്റ്റാഫ് അവരുടെ ബാങ്കിൽ അത്രയും പണമുണ്ടോ, അവിടെ വല്ല സ്റ്റോപ്പ് മെമ്മോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അവർ കിട്ടിയിരിക്കുന്ന ചെക്കുകളെല്ലാം പ്രോപ്പർ തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമേ പണം റിലീസ് ആക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ CCTV ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അങ്ങനെ നമ്മളുള്ള അസറ്റ് മോഷ്ടിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇപ്പോൾ CCTV ഉണ്ട് എന്ന് മാത്രം വേണ്ട കാര്യമില്ല, ആ ഉള്ള CCTV വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ഉണ്ട്. സോ ഓക്കെ എനിക്ക് FF ഫ്ലോക്സിൻ്റെ കാര്യം എന്താണ്? CAൻ്റെ ഓഡിറ്റാണോ? അക്ബർ, എനിക്ക് ക്വയറി മനസ്സിലായില്ല. FFൻ്റെ ക്വയറി എന്താണ്? CAൻ്റെ ഓഡിറ്റ് റിവിഷൻ ഉണ്ടോയെന്നാണോ? ഇത് നമ്മളിപ്പോൾ ACCAൻ്റെ ഓഡിറ്റാണ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്തോളൂ. വാട്ട് ഈസ് യുവർ ക്വയറി? ഐ വിൽ ആൻസർ, ഐ വിൽ ഗിവ് യു റിപ്ലൈ. ഓക്കെ, ഫൈൻ. സോ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾസ് എഫക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് അവൈലബിൾ ആകുന്നത് ഓഡിറ്റർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്ഥാപനത്തിലെ കൺട്രോൾസ് പ്രോപ്പർ ആണോ അല്ലയോ നോക്കാൻ വേണ്ടി ഓഡിറ്റർ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഓഡിറ്റർ ചെയ്യുക? ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, റീകാൽക്കുലേഷൻ, റീപെർഫോമൻസ്, ഒബ്സർവേഷൻ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, കൺഫർമേഷൻ ലെറ്റർ. അപ്പോൾ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഫോർമലായിട്ട് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ആസ് ആൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഫോർമലായിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ വർഷം എത്ര GST ആണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര ഇൻവോയ്സ് ആണ് ബില്ല് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പൗണ്ട് ബിസിനസ്സാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ റിപ്ലൈ എനിക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിനെനിക്ക് മറുപടി കിട്ടുകയും ചെയ്യുന്നതാണ് എന്ത്, ഇൻക്വയറി. ആൻഡ് ഇൻക്വയറിക്ക് കിട്ടുന്ന റിപ്ലൈക്ക് നമ്മൾ പറയുന്ന ടെക്നിക്കൽ വേർഡ് എന്ന് പറയുന്നത് കൺഫർമേഷൻ എന്നാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ആസ് ആൻ ഓഡിറ്റർ ഞാൻ തന്നെ അവിടെ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തുക, ഞാൻ പോയി നോക്കുക, വിഷ്വൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുക, ഞാൻ പോയി നോക്കുന്നതിനാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുക. റീകാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാപനത്തിലെ അക്കൗണ്ടൻറ്റ് ഡിപ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം, എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം, ബൈഫോക്കേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമാണോ, അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻ ആണോ വന്നിരിക്കുന്നതെന്ന് നോക്കുന്നതിനാണ് റീകാൽക്കുലേഷൻ എന്ന് പറയുന്നത്. റീപെർഫോമൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ ക്ലയൻറ്റ് പറയുകയാണ് ഞങ്ങളൊരു സ്ട്രോങ് പാസ്വേഡ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ സപ്പോസ് ഞാനൊരു സ്ട്രോങ് പാസ്വേഡ് ഇട്ടിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്. സപ്പോസ് അക്ബർ പറയാണ് ഞാനൊരു സ്ട്രോങ് പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കി അക്ബർ @123 അന്നേരം പാസ്വേഡ് എടുത്ത്, അപ്പോൾ ഇതൊരു സ്ട്രോങ് പാസ്വേഡ് അല്ല. അപ്പോൾ ഒരു സ്ട്രോങ് പാസ്വേഡ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന, അല്ലെ സ്ട്രോങ് പാസ്വേഡ് ആണെന്ന് ആൾ പറയുകയും അത് സ്ട്രോങ് പാസ്വേഡ് തന്നെയാണോ എന്ന് ഞാൻ ചെക്കൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീപെർഫോമൻസ് എന്ന് വിളിക്കുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളാണ് ചെയ്യുക. സപ്പോസ് എൻ്റെ ഒരു സ്റ്റാഫ് ഒരു സ്ഥലത്ത് ഓഡിറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ അത് അയാൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ പോയി നോക്കുകയോ അല്ലെങ്കിൽ CCTV വഴി നോക്കുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വേറൊരാൾ ചെയ്യുന്നത് ഞാൻ ചെക്ക് ചെയ്യുന്നതിനെയാണ് നോക്കുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്ലോസിബിൾ റിലേഷൻഷിപ്പ്. കൺഫർമേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി അത് കൺഫേം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് മേടിക്കുന്നതാണ്. പോസിറ്റീവ് കൺഫർമേഷൻ ഉണ്ട്, നെഗറ്റീവ് കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് റീഡ് ചെയ്ത്. ഓക്കെ, എക്സാമ്പിൾസിൽ ദ മാനേജ്മെൻറ്റ് ക്ലെയിം ദേ ഹാവ് എ സ്ട്രോങ് ഫിസിക്കൽ സെക്യൂരിറ്റി അറ്റ് വെയർ ഹൗസ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ് ക്ലെയിം ചെയ്യുന്നത്, അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ട്. എവിടെ? വെയർ ഹൗസിൽ. അപ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കൺട്രോൾ.
Auditor will visit warehouse and observe physical security at warehouse to ensure it is present and operating effectively. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ത് ക്ലെയിം ചെയ്യാണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ട് എന്ന് മാനേജ്മെൻറ്റ് പറയാണ്. അപ്പോൾ അതെന്താണ്? കൺട്രോൾ. എന്നാൽ അവിടെ അത് എഫക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്? ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പം ദർ ആർ സ്ട്രോങ് പാസ്വേഡ് ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് ആൽഫ കമ്പനി. അപ്പോൾ ഒരു സ്ട്രോങ് പാസ്വേഡ് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ. അപ്പോൾ ഒരു സ്ട്രോങ് പാസ്വേഡ് ഉണ്ട് എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ എന്ത് വിളിക്കും? കൺട്രോൾ. ആൻഡ് ഓഡിറ്റർ വിൽ എൻഷുർ സം വീക്ക് പാസ്വേഡ്സ് ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ലൈക്ക് ഫോർ എക്സാമ്പിൾ നെയിം ഓഫ് ദ കമ്പനി ആൽഫ ടു എൻഷുർ ദാറ്റ് സിസ്റ്റം റിജക്റ്റഡ് ടു കൺഫേം പാസ്വേഡ് ആൻഡ് ഇൻഡീഡ് സ്ട്രോങ്. അതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുകയാണ് നമുക്കൊരു സ്ട്രോങ് കൺട്രോൾ ഉണ്ട്, അല്ലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഉണ്ട് എന്ന് പറയുന്ന നേരം അത് കൺട്രോൾ. അത് സ്ട്രോങ് തന്നെയാണോ എന്ന് നോക്കുന്നതാണ് എന്താണ്? ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ഇനി വാട്ട് ഈസ് എ ഗുഡ് പ്രൊസീജിയർ? Procedure, whether it's test of control or a substantive process, should start with an action word because procedure means auditor is doing something. അപ്പോൾ നമ്മളെപ്പോഴും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണെങ്കിലോട്ടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആയിക്കോട്ടെ എപ്പോഴും നമ്മളൊരു ആക്ഷൻ, റിവ്യൂ, റീകാൽക്കുലേറ്റ്, റീപെർഫോം, ഇൻസ്പെക്ട്, അങ്ങനെ നമ്മൾ വർക്കുകൾ ഉപയോഗിക്കുക. പ്രൊസീജിയർ വെദർ ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് കൺട്രോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഷുഡ് എൻഡ് വിത്ത് എ പേർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. ഒരു പേർപ്പസ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. ആൻഡ് പ്രൊസീജിയർ വെദർ ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് കൺട്രോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഷുഡ് ഹാവ് സം സോഴ്സ്. നോക്കിയോ, ഈ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓക്കെ അഗെയിൻ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ബട്ട് അഗെയിൻ നോക്കുകയാണെങ്കിൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റായിട്ട് എന്ത് ചെയ്യുന്നതാണ്? ഡിസ്കസ് ചെയ്യുന്നതാണ് ഇഷ്യൂസ്. അത് നമുക്ക് ഓർലിയൊക്കെ ഡിസ്കസ് ചെയ്യാം, ബട്ട് അതൊരു ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിവ്യൂ ആണ്. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ അങ്ങനെ ഒന്നും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണ്. റീകാൽക്കുലേഷൻ എന്ന് പറയുന്നത് അഗെയിൻ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ്. നമ്മൾ ഡിപ്രിയേഷൻ എമൗണ്ട് കറക്റ്റാണോ, അതുപോലെ എക്സ്പെൻസ് എമൗണ്ട് അക്യുറേറ്റ് ആണോ എന്നൊക്കെ നോക്കലാണ്. സോ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് ടേക്ക് യുവർ ടൈം ആൻഡ് റീഡ്. ഓക്കെ, ഇതൊക്കെ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വന്നൊരു ഏരിയ ആണ്. ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് റെസ്പോൺസസ് ടു അസസ്ഡ് റിസ്ക്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ ചില ആർട്ടിക്കിൾസൊക്കെ റീഡ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിക്കിളാണ്. ഇതാണ് ആർട്ടിക്കിൾ ISA 330 റെസ്പോൺസസ് ടു അസസ്ഡ് റിസ്ക്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ടെക്നിക്കൽ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷന് അതുപോലെ തന്നെ നിങ്ങളുടെ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അഗെയിൻ ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു 2 വീക്സ് മുന്നേ എല്ലാ ടെക്നിക്കൽ ആർട്ടിക്കിൾസും എടുത്ത് ഇരുന്ന് വായിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്നലെ നമ്മുടെ സ്ട്രാറ്റജി വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്ന് കുറച്ച് ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാൻ വേണ്ടി അഗെയിൻ ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സാമിനർ റിപ്പോർട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു എക്സാമിനർ റിപ്പോർട്ട് ഞാനിന്ന് ചെയ്ത് കാണിച്ചു തരാം. സോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഫോർ ISA 330. So it looks like this. So just I will read for you. This article considers requirement of ISA 330, auditor's responses to assessed risk. The main objective of 330 is to give guidance on how auditor should obtain sufficient appropriate evidence regarding assessed risk of material misstatement by designing and implementing appropriate responses to those risks. UK and Irish students should note that there are no significant difference between ISA 330 UK and Ireland version of the standard.
of central importance of both 315, 330, recognition that assessing risk is at one of the audit process, and these two ISAs specify that auditor is required to obtain understanding of the risk relevant to finance statement, paragraph 3. Okay, so I just wanted to show you, this is how it looks like, and it has ഇങ്ങനെയുള്ള ഡെഫിനേഷൻസ് അതിലുണ്ടാവും. ഇതിലുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ പോയിന്റ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, കൺസിഡർ വെൻ ഓഡിറ്റർ റിവ്യൂ കമ്പനീസ് പർച്ചേസ് system and internal control, assertion of occurrence that recorded purchaser represents goods, services received and which pertain to entity. An appropriate internal control would be that purchase orders are raised for each purchase and are authorized by appropriate senior personnel. അപ്പോൾ നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അത് ഐറ്റം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഉള്ളൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു സീനിയർ ആയിട്ടുള്ള ആൾ പർച്ചേസ് ഓർഡറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് വന്നൊരു ഐറ്റമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം, ഇല്ലെങ്കിലുള്ള പ്രോബ്ലം ഇന്നലെ ഞാൻ കാണിച്ചു തന്നു, ഫേക്ക് ആയിട്ടുള്ള ബില്ല് വരുന്ന സിറ്റുവേഷൻ വന്നേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല, അത് അവർ തന്നു, അത് പിന്നീട് ബില്ല് ചെയ്തു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ അതെന്തായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഭാഗം നോക്കിയേ, an audit procedure designed to evaluate operating effectiveness of control in preventing, detecting, correcting material misstatement at assertion level. Again, assertion level എന്ന് പറയുന്ന സംഭവമുണ്ട്, FS ലെവൽ എന്നുള്ള സംഭവമുണ്ട്. അത് പല കുട്ടികൾക്കും അറിയാത്ത സിറ്റുവേഷൻ കാണാറുണ്ട്. ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 100 ബ്രാഞ്ചസ് ഉള്ള ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാണ്, സപ്പോസ് സൂഡിയോ. അതിൻ്റെ കാലിക്കറ്റ് ബ്രാഞ്ചിൽ മാത്രം ഇൻവെൻട്രിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. മേ ബി കാലിക്കറ്റ് ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് അവിടെയുള്ള സ്റ്റോക്കുകൾ കുറേ കത്തിനശിച്ചു. എന്നാൽ 100 ബ്രാഞ്ചിലും പ്രശ്നമില്ല, 100ൽ ഒരു ബ്രാഞ്ചിലെ ഇൻവെൻട്രിക്ക് മാത്രം പ്രശ്നമുണ്ട്, വേറൊന്നിനും പ്രശ്നമില്ല. അതിനെ നമ്മൾ അസേഷൻ ലെവലിലുള്ള മിസ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. അതിൻ്റെ പേരിൽ നമ്മൾ നേരെ ഒരു അഡ്വൈസ് ഒപ്പീനിയൻ കൊടുക്കില്ല, പകരം ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഒക്കെ ആയിരിക്കും കൊടുക്കുക. അതേസമയം ഈ 100 ബ്രാഞ്ചിൻ്റെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. എന്നാൽ കമ്പനി എന്ത് ചെയ്യാൻ തയ്യാറല്ല, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ തയ്യാറല്ല. ദാറ്റ് മീൻസ് ഈ 100 കമ്പനീനെയും ബാധിക്കുന്ന ഒരു മിസ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രശ്നം ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ 100 കമ്പനീനെയും ബാധിക്കുന്ന, അല്ലെ 100 ബ്രാഞ്ചിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമോ മിസ്റ്റേറ്റ്മെൻറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ മിസ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അസേഷൻ ലെവൽ മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ളൊരു കമ്പനിയിലെ ഒരു സ്ഥാപനത്തിലെ ഒരു ഐറ്റത്തിനൊക്കെ പ്രശ്നം വരിക. അപ്പോൾ ഈ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഒരു പ്രശ്നമുണ്ട് എന്നത് സ്പ്രെഡ് ആയിട്ടില്ല, അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. എന്നാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ബ്രാഞ്ചിലും പ്രശ്നം, 100 ബ്രാഞ്ചിൻ്റെയും FS കൺസോൾഡേറ്റ് ചെയ്യാത്ത സിറ്റുവേഷനാണുള്ളത്. അങ്ങനെയാകുമ്പോൾ 100 ബ്രാഞ്ചിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അത് എല്ലാത്തിനെയും ബാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഒപ്പീനിയനിലേക്ക് പോകും, അഡ്വൈസ് ഒപ്പീനിയനിലേക്ക് പോകും. അതാണ് FS ലെവൽ അസേഷനും അതുപോലെ തന്നെ അസേഷൻ ലെവൽ FS ലെവൽ മിസ്റ്റേറ്റ്മെൻറ്റ്സും അസേഷൻ ലെവൽ മിസ്റ്റേറ്റ്മെൻറ്റ്സും പറയുന്നത്. ഓക്കെ ആണോ? ഫൈൻ. അപ്പോൾ നോക്കാം. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. An audit procedure designed to detect material misstatement at the assertion level. Substantive procedure comprises test of detail and substantive analytical procedure. See, a test of control would be to examine sample of purchase order to ensure that they have been appropriately authorized. A yes answer would confirm that internal control requiring authorization of purchase order is working, whereas no answer would indicate that internal control does not appear to be working, hence requiring further audit investigation. അപ്പോൾ നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വെദർ ദേ ഹാവ് ഗിവൺ കൺഫർമേഷൻ. അപ്പം നമ്മളതിന് യെസ് അല്ലെങ്കിൽ നോ. അപ്പോൾ യെസ് ആണെങ്കിൽ ഓക്കെ, അവിടെ ഇന്റേണൽ കൺട്രോൾ ഓക്കെയാണ്. എന്നാൽ നോ ആണ് ആൻസർ എങ്കിൽ അതിനൊരു പ്രശ്നമുണ്ട്, അപ്പം നമ്മളതിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ വെദർ ദേ ഹാവ് ഗിവൺ ഡിപ്രീസിയേഷൻ, യെസ് എന്നാണെങ്കിൽ ഓക്കെ, ഗുഡ് ടു ഗോ. നോ എന്നാണെങ്കിലോ ദെൻ വി ഷുഡ് ആസ്ക് വൈ ആർ യു നോട്ട് ഗിവിംഗ് ഡിപ്രീസിയേഷൻ. ഇൻ വെദർ CCTV ഇൻസ്റ്റാൾഡ്, യെസ് എന്നാണെങ്കിൽ ഓക്കെ ഗുഡ്. നോ എന്നാണെങ്കിലോ വൈ ഇറ്റ് ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ്. വെദർ CCTV വർക്കിംഗ്, യെസ് അപ്പം ഗുഡ്. നോ ആണെങ്കിലോ ഹാവ് യു ഡൺ ദ റിപ്പയർ ഓർ സംതിങ്. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. സോ എഗെയിൻ ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് ലൈക്ക് ബിഗിനിങ് ടു എൻഡ്, ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് എന്ന് വെച്ച് ഇത് അധികം ഇല്ല. ഈവൻ നമ്മളൊന്ന് നമുക്ക് ക്ഷമയോടുകൂടി നോക്കുകയാണെങ്കിൽ നമുക്കത് വായിക്കാം. ഇതൊന്നുമുള്ള ക്ഷമ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ബട്ട് ഐ എം ടെല്ലിങ് യു, ടെക്നിക്കൽ ആർട്ടിക്കിൾസ് അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണമെങ്കിലും, ഞാൻ പറഞ്ഞ 8 എണ്ണത്തിൽ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ ഒരു ക്ഷമയോടുകൂടി
റീഡ് ചെയ്യണം. ഇനി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ടെക്നിക്കൽ സെഷൻ മാത്രം വേണമെങ്കിൽ എടുത്തരാൻ ഞാൻ റെഡിയാണ്. പക്ഷേ കുറച്ചൊരു ക്ഷമ നമ്മൾ കാണിക്കണോടാ. നമ്മൾ എല്ലായ്പ്പോഴും ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടണം, എനിക്ക് എല്ലാ നോട്ട്സും കിട്ടണം, എനിക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കണം, എനിക്ക് എല്ലാം ഈസി ആയിട്ട് ലഭിക്കണം, അങ്ങനെ ആലോചിക്കരുത്. കീപ്പ് വർക്കിംഗ് ഫോർ ഇറ്റ്. ആൻഡ് അതിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് യു ക്ലിയർ. അല്ലാതെ എപ്പോഴും ഷോർട്ട് റൂട്ട് നോക്കാണ്ട്, അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സാമിനർ റിപ്പോർട്ട് നോക്കണം, ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നോക്കണം, ഞങ്ങൾ തരുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കണം. കീപ്പ് വർക്കിംഗ് ഓൺ ആൻഡ് യു വിൽ ക്ലിയർ. ഓക്കെ ആണോ? ഫൈൻ. സോ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആർട്ടിക്കിൾസിനും കൂടെ നിങ്ങൾ എന്ത് കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ ഓവറോൾ റെസ്പോൺസ് ഇങ്ങനെയുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതെന്നാണ്. ഹൗ ഡസ് ACCA ടെക്നിക്കൽ ആർട്ടിക്കിൾസ് വർക്ക്സ്. ഫൈൻ. Similarly, on this note, let me show you another interesting document. Yeah. AA SD23 examiner report. Again, these are some very important documents which can really help you out in your preparations, which you normally neglect to look into. സോ ഇതുപോലെയുള്ള എക്സാമിനേഴ്സ് റിപ്പോർട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ കുറച്ച് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവരണം. അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ഓഫ് യുവർ ടൈം, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ടേക്കിങ് ഇറ്റ്. സോ ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അവർ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൽ ഓക്കെ ബിഗിനിങ്ങിലൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ നിങ്ങൾ എക്സാമിനർ റിപ്പോർട്ട് ഇതുവരെ ഒന്നുപോലും നോക്കിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എക്സാം ഈസ് ഓഫേർഡ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫോമാറ്റ്. ദ മോഡൽ ഓഫ് ദ ഡെലിവറി ഫോർ CBE means candidates do not always receive same set of question. This report, examining team shares observations from making process to highlight strength and weakness in candidates' performance and to offer constructive advice for future candidates. അപ്പോൾ ഇതിന് മുന്നേ നടന്ന എക്സാമിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരുത്തർ ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഓരോരുത്തർക്ക് വന്നത്, അത് അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത് തരും. സോ ദാറ്റ് അത് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്രൂവ് ചെയ്യാനുള്ള areas കണ്ടുപിടിക്കാം. So section A, objective test case questions. Here we look at the key challenge areas for the section in the exam. Section B, constructed response questions. Here we provide commentary around some of the main themes that have affected candidates' performance in this section. So there are 2 sections to the examination and all the questions are compulsory. So basically എന്താണ് ഇവർ എക്സാമിന് സംഭവിച്ചത്, അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. അപ്പോൾ സെക്ഷൻ എൻ്റെ അകത്ത് ഒരു കേസ് സിനാരിയോ ആണെന്നും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എന്താണെന്നും, എന്തായിരുന്നു ലാർജസ്റ്റ് കസ്റ്റമേഴ്സ്, പ്രീ പേയ്മെൻറ്റ്സിൻ്റെ കാര്യം, പോസിറ്റീവ് കൺഫർമേഷൻ്റെ കാര്യം, നെഗറ്റീവ് കൺഫർമേഷൻ്റെ കാര്യം, ആൻഡ് ഓൾസോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻസേഴ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം. അതിൽ ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നൈറ്റ് ഇലക്ട്രോണിക്സിൻ്റെ ജസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കുകയാണെങ്കിൽ, marks are awarded for identification of audit risk, explanation of audit risk, and appropriate auditor's response for each risk. Good exam technique is critical with a scenario-based requirement. The scenario will typically contain more than the number of risks required, so it is important that candidates plan their time carefully and only attempt to list the required number of points. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നത്, ഇവർ എക്സാമിന് നമുക്ക് കുറേ ഓഡിറ്റ് റിസ്കുകൾ ഒന്നിലുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട നമ്പേഴ്സ് മാത്രം നമ്മൾ എടുക്കുക, അതിലുള്ള എല്ലാ ഇതും എടുക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രം സെലക്ട് ചെയ്യുക, അത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. The first step is to identify the factors which will give rise to audit risk. The information can be found in the scenario. All of the information in the scenario should be read carefully, including opening paragraph, as this may include information relevant to identification of audit risk. When understanding this read through, it is a good exam technique to use highlight function, as this provides a visual aid for quickly spotting about risk. അപ്പോൾ നിങ്ങൾക്ക് അവർ പറയുകയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചോളൂ. Having looked at the whole scenario and highlighted relevant points, candidates should pick their 8 strongest points, reread them from the scenario, and draft their answer as they go along. Candidates often use copy and paste function when drafting their answer for the identification of the risk. However, care should be taken to ensure that risk is actually identified. Simply stating a fact from scenario is not the same as identifying audit risk. For example, stating that company as a credit controller was ill and absent from work for 4 months is not in itself an audit risk, as if other members of the finance team are undertaking this work during the absence, then audit risk is mitigated. However, in this
case scenario went to state that receivable collection period has increased from 45 to 75. Therefore, both facts together are required for the to identify off mark. Stating one without the other will not gain credit. Similarly, for the legal action raised against the company's supplier, it is a fact that a receivable for the likely damage have been included within the draft FS and creates audit risk at this contingent asset. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ട് ഫാക്ടേഴ്സൊക്കെ ഒന്നിച്ച് പറഞ്ഞാലായിരിക്കും എന്താവുക, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിസ്ക്കായി മാറില്ല. അല്ലാണ്ട് ജസ്റ്റ് നിങ്ങൾ ഒരു ഭാഗത്തൊരു പ്രോബ്ലം കണ്ടു അത് ഒന്നായിട്ടും മറ്റൊന്ന് വേറൊന്നായിട്ടൊക്കെ ഇടുന്നതിന് പകരം ചിലപ്പോൾ അത് ഒന്നിച്ച് വിടേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. Financial accounting knowledge is also important, as auditors will often focus on accounting treatment used in FS. In Knight Electronics Company, accounting issues which give rise to audit risk include those relating to revenue, inventory, revaluation, plant equipment, contingent asset. Hence, strong knowledge of relevant accounting standards is required to fully understand the audit risk and therefore relevant auditor's response. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു FSൻ്റെ നോളജ് വേണം എന്നാണ് പറയുന്നത്. എന്ന് കരുതി നിങ്ങൾ FSൻ്റെ പേപ്പർ ഫുള്ളും പഠിച്ചുകൊണ്ട് ഓഡിറ്റ് റിസ്കിലേക്ക് പോകണമെന്നല്ല. അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് അറിയാമെന്നുള്ളത് നിങ്ങളവിടെ കാണിക്കുക. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ പറ്റാത്തുണ്ടെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യരുത്. ഇനി നമ്മൾ പിന്നെ റവന്യൂ ആയിട്ട് കാണിക്കേണ്ടത് റവന്യൂ ആയിട്ട് തന്നെ കാണിക്കണം, എലിജിബിൾ ആയിട്ടുള്ളത് എലിജിബിൾ ആയിട്ട് കാണിക്കണം. അങ്ങനെ നമുക്ക് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് അറിയണം, അത് നിങ്ങളവിടെ പ്രകടിപ്പിക്കുകയും വേണം. The risk least identified by candidates related to the audit timetable and potential stock exchange listing. Candidates should expect a range of topic areas within an audit risk scenario, some of them which may be more challenging. Having identified the risk factor, next step is to explain the risk. To do this, candidates need to state the specific area of FS impacted with an assertion. Reference to overstatement or misstatement only be avoided if it is clear. Balance could be either over or understatement of profit, overstatement of expenses. അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനെയുള്ള നിർദ്ദേശം, അഗൈൻ ഇഫ് യു കീപ് റീഡിങ് ലൈക്ക് വി നീഡ് എ ഫുൾ നൈറ്റ് ഫോർ ദിസ്. ബട്ട് ഐ എം ടെല്ലിങ് യു, ഈ എക്സാമിനേഴ്സ് റിപ്പോർട്ട് നിങ്ങളിങ്ങനെ ഒന്ന് സമയം എടുത്തിട്ട് ഈ ഒരു ഏരിയാസ് എല്ലാം എന്ത് ചെയ്യുക. ഐ വിൽ ഷെയർ ദിസ് ഡോക്യുമെൻറ്റ്, ജസ്റ്റ് ഗോ ത്രൂ ദിസ്. അപ്പോൾ എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു എക്സാമിനേഴ്സ് റിപ്പോർട്ടും കൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ലൈക്ക് എന്തൊക്കെയാണ് അവർക്ക് പറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്തൊക്കെ ഏരിയാസാണ് നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നമ്മളുടെ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരണം. അറ്റ്ലീസ്റ്റ് 1 or 2 എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് എങ്കിലും നിങ്ങളൊന്ന് ഒരു ടേക്ക്, അല്ലെങ്കിൽ ഇതിൽ കുറേ സമയം എടുക്കുകയാണ് അങ്ങനെ, അതിന് പകരം യു സ്പെൻഡ് 30 minutes ഫോർ ദിസ് ആൻഡ് സ്പെൻഡ് ഓൺ ദിസ്. ആ 30 minutes എന്താ കിട്ടുന്നത്, കീപ്പ് ഇറ്റ്. അങ്ങനെ നിങ്ങളൊന്ന് എക്സാമിനേഴ്സ് റിപ്പോർട്ടും അതുപോലെ തന്നെ പിന്നെ ഈ ടെക്നിക്കൽ ആർട്ടിക്കിൾസിനും ഒരു സമയം കണ്ടെത്തിയാൽ അത് വളരെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു പോയിന്റിൽ പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ ഒരു ഏരിയ കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ബിഫോർ ദിസ് see March 2018 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, റാസ്ബെറി കമ്പനി ഓപ്പറേറ്റ്സ് ആൻ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി 24 hours a day, 7 days a week. Company's year end is 30 June 2008. You are an audit manager of Grapefruit and Company, auditor of Raspberry Company. The interim audit has been completed and you are reviewing the documentation describing Raspberry Company's payroll system. Raspberry Company employs over 250 people and approximately 70% of the employees work in production at the power station. There are 3 shifts every day with employees working 8 hours each. The production employees are paid weekly in cash. Remaining 30% employees work in head office in non-production roles and are paid monthly by transfer. Just on the paragraph നോക്കി, 70% ഓഫ് എംപ്ലോയീസ് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളവരാണ്, 30% ഓഫ് എംപ്ലോയീസ് മറ്റൊരു കാറ്റഗറിയിലുള്ളവരാണ്. ഈ 70% കാറ്റഗറിക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഏതിലാണ് എന്ന് നോക്കുക. മറ്റേ 30% എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് നോക്കാം. ഒരു ടീമിന് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മറ്റൊരു ടീമിന് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. The company has HR department responsible for setting up new joiners. Pre-printed forms are completed by HR for all new employees and once verified, a copy is sent to payroll department for employee. This form includes staff numbers, employee number and payroll. Cannot set up new joiners without this information. To encourage staff to attend work on time for all shift, Raspberry Company introduced a discretionary bonus paid every 3 months for production staff.
production supervisors determine the amount to be paid and notify the payroll department. This quarterly bonus is entered into the system by a clerk and each entry is checked by senior clerk for input error prior to processing. Senior clerk signs the bonus listing as evidence of undertaking this review. അപ്പോൾ ഇവരൊരു ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ അവിടെ ക്ലർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീനിയർ ക്ലർക്കൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. സോ ജസ്റ്റ് ഒന്ന് ആ ഒരു പാരഗ്രാഫ് ഒന്ന് ഗോ ത്രൂ ദാറ്റ് പാരഗ്രാഫ്. Okay. After that, production employees are issued with the clock card and are required to swipe their card at beginning and end of the shift. This process is supervised by security staff 24 hours a day. Each card identifies employee number and links into hours worked report produced by payroll, which automatically calculates the gross and net pay along with relevant deduction. These calculations are not checked. Our problem, these calculations are not ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എഗെയിൻ ഗ്രോസ് പേ, നെറ്റ് പേ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇൻ അഡീഷൻ ടാക്സ് റിഡക്ഷൻ ഫ്രം പേ, സം എംപ്ലോയി വേജസ് ആർ റെഡ്യൂസ്ഡ് ഫോർ സച്ച് ഐറ്റം ആസ് റീപേയ്മെൻറ്റ്സ് ഓഫ് സ്റ്റുഡൻറ്റ് ലോൺസ് ഓൺ ടു സെൻട്രൽ ഗവൺമെൻറ്. ഓൾ എംപ്ലോയേഴ്സ് ഹാവ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു റെമിറ്റ് ഫണ്ട് ഓൺ എ ടൈംലി ബേസിസ് ആൻഡ് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് which reconcile with the annual loan statement sent by government to employees. At Raspberry, student loan deduction forms are completed by relevant employee and payments are made directly to government until employee notifies HR that the loan has been repaid in full. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് പേയ്മെൻറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നൊരു കാര്യം. On a quarterly basis, exemption report relating to changes to payroll standing data are produced and reviewed by the payroll director. No overtime is worked by employee. Employees are entitled to take 28 holiday annually. Holiday request form are required to be completed and authorized by relevant line managers. However, this does not always occur. On a monthly basis for employees paid by bank transfer, the senior payroll manager reviews that list of bank payment and agrees this to payroll record. Prior to authorizing the payment, if any errors are noted, payroll senior manager amends the record. For production employees paid in cash, the necessary amount of cash is delivered weekly from the bank by a security company. 2 members of the payroll department produce the pay packet. One is responsible for preparing them and other check the finished pay packet. Both members of the staff are required to sign weekly payroll listing on completion of this task. The pay packet are then delivered to production supervisors who distribute them to employees as they know each member of the production team. Monthly management accounts are produced which detail variances between budget and actual. Revenue and key production costs are detailed. However, as there are no overtime costs, wage salaries are not analyzed. So, ഈ ഒരു സിനാരിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സി, ഐഡൻറ്റിഫൈ 5 key controls which the auditor may seek to place. Describe test of control. So, ഒന്ന് നോക്കിക്കോ how I am coming with such an answer for that question. Raspberry company has a HR department and has a payroll department, which is a good segregation of duty as each department has a split of work and act as a good check and balance. അപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു പേറോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവെ അതൊരു എന്താ പറയുക, ഒരു പിന്നെ റിക്രൂട്ട്മെൻറ്റിനും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രൊമോഷൻസിനും കാര്യങ്ങൾക്കും പിന്നെ അവരുടെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അഗെയിൻ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട പേ റോൾ അങ്ങനെ കാണുന്നത് പേയ്മെൻറ്റ് കൊടുക്കുന്ന ടീമാണ്. ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്? വിസിറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ പ്ലേസ് അറ്റ് റാസ്ബെറി കമ്പനി ടു എൻഷുവർ പേറോൾ ആൻഡ് HR ഡിപ്പാർട്ട്മെൻറ്റ് എക്സിസ്റ്റ് ആൻഡ് ഫങ്ഷൻ സെപ്പറേറ്റ്ലി. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പോയി ചെക്ക് ചെയ്തിട്ട് ഇതിവിടെ അങ്ങനെ HR ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട്, അതുപോലെ തന്നെ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. Go through the first point.
Okay. Second one, pre-printed forms are completed by HR for all new employee is a good control as it ensures that each new employee details are properly entered for further use by payroll department and maintaining HR record. അപ്പോൾ printed ആയിട്ടുള്ള ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് again it's a good control. അത് കൺട്രോളാണ്. അതെങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം? Review a sample of pre-printed forms for new joiners to ensure they are completed properly by HR department and signed. That is the second one. Moving on. Okay, read the second one. Okay, looking at the third one. This quarterly bonus is entered into system by a clerk and each entry is checked by a senior clerk for input error prior to processing. The senior clerk signs the bonus listing as evidence of undertaking this review. This is a good control as it demonstrates check and balance and ensure no wrong bonus is entered. അപ്പോൾ wrong bonus ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ. പക്ഷേ എങ്ങനെ അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക? Review the bonus listing for any particular quarter to ensure the listing is signed by the senior clerk as an evidence that check was carried out by senior clerk. അപ്പോൾ അങ്ങനെ ഒരു സീനിയർ ക്ലർക്കിൻ്റെ ഭാഗത്ത് ഒരു ചെക്കിംഗ് ഉണ്ടായിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചെക്ക് ചെയ്യണം. ഫോർത്ത് വൺ. Okay, again read the third one. Okay, just go through the first 3 points and let me know if you have any query in this. Look at the next one. Production employees are issued with clock cards and are required to swipe their card at the beginning and end of their shift. This process is supervised by security staff 24 hours a day. Is a good control because it will ensure that only time worked is paid and no misuse of swiping card is done because of the security. അപ്പോൾ നമുക്ക് അവിടെ ക്ലോക്ക് കാർഡ്സ് ഉപയോഗിക്കുന്നതാണ് അവർ പറയുന്നത്. ആൻഡ് ക്ലോക്ക് കാർഡ്സ് ഉപയോഗിക്കുന്നവരെ ഒരു മിസ്യൂസോ കാര്യങ്ങളോ വരുന്നില്ല എന്നും അവരവിടെ എന്ത് ചെയ്യുന്നു നമുക്ക് പഠിപ്പിച്ചു പറയുന്നു. So observe the swiping process on any given day and also ensure in the observation that security exists to supervise the process. So അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം.
Next, each card identifies employee number and links it to the hours worked report produced by payroll system, which automatically calculates the gross and net pay along with relevant deduction, is a good control, as the system are integrated and there is no manual processing which limits errors. Review the hours worked report to confirm such reports are produced as an evidence and the swiping system is well linked with the payroll department. That's it. Okay ആണോ? അഗെയിൻ ഇതൊന്ന് ഗോ ത്രൂ ചെയ്ത് ഈ ഒരു ഏരിയാസ് കുട്ടികൾ ചിലപ്പോൾ കണ്ടുപിടിക്കാനോ അതുപോലെ ടൈപ്പ് ചെയ്യാനല്ലോ ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധിമുട്ടെന്ന് കാണാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ടൈപ്പ് ചെയ്തതിന് ശേഷം മേ ബി നിങ്ങൾ നോക്കി ടൈപ്പ് ചെയ്തോ, പ്രശ്നമല്ല. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കാതെ ടൈപ്പ് ചെയ്തിട്ട് എവിടെയാണ് സ്റ്റക്ക് ആവുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ആക്കണം. ഓക്കെ, so just I am giving you 1 more minute time, just go through all. Okay, one more we can go. Production employees paid in cash. The necessary amount of cash is delivered weekly from the bank by a security company, as cash is susceptible to theft. The deliverance of cash by security company is a good control, as it reduces the chances of theft. അപ്പം നമ്മൾ ഈ ക്യാഷ് ഡെലിവറി ചെയ്യുന്ന കാര്യം നമ്മളൊരു സെക്യൂരിറ്റി കമ്പനീനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേറൊരാളെ ഏൽപ്പിക്കുന്നത് ഒരു നല്ല കണക്കാണ്. കാരണം നമ്മളായിട്ട് പൈസ കൊണ്ടുപോകുന്ന സമയത്ത് മോഷ്ടിക്കപ്പെടാനോ മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഒബ്സർവ് ദ ഡെലിവറി ഓഫ് ക്യാഷ് ബൈ സെക്യൂരിറ്റി കമ്പനി അറ്റ് ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ടു കൺഫേം ദാറ്റ് ക്യാഷ് ഈസ് സെക്യൂർഡ്ലി ഡെലിവേർഡ്, ഓർ റിവ്യൂ അഗ്രിമെൻറ്റ് വിത്ത് ദ സെക്യൂരിറ്റി കമ്പനി ടു കൺഫേം ഇൻഡീഡ് ദർ ഇസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡെലിവറി ക്യാഷ് ത്രൂ സെക്യൂരിറ്റി കമ്പനി. സോ ഈ കാര്യങ്ങൾ കൂടെ ഉണ്ട് നമ്മൾ ഉറപ്പിക്കുക. സോ ദിസ് ഈസ് ഹൗ യു ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എല്ലാം എനിക്ക് വന്ന ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ കുട്ടികൾ കംഫർട്ടബിൾ ആകുന്നതും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻഡിയും വരുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ച് ഫംബിൾ ആവുന്നതും കാണാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് എന്തായാലും ടെക്നിക്കൽ വേർഡ്സ് കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷേ അഗെയിൻ ഞാൻ ആ PDF ഷെയർ ചെയ്ത് തരാം. അപ്പം നിങ്ങൾ എന്താണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്നുള്ളത് മനസ്സിലാക്കുക. ടെസ്റ്റ് ഓഫ് കൺട്രോൾ അൾട്ടിമേറ്റ്ലി എന്താണെടാ, നമ്മളൊരു കൺട്രോൾസ് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഞാനൊരു സെക്യൂരിറ്റീനെ എൻ്റെ കമ്പനിയിൽ പുറത്ത് നിൽപ്പിച്ചു. അയാൾ അവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ അയാളെ വെച്ചുകൊണ്ട് കാര്യമില്ല. അയാൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യണം. അതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ഞാനൊരു CCTV വെച്ചു. ആ CCTV അവിടെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് റെക്കോർഡ് ആവുന്നുണ്ടോ, അതിൽ പ്ലേ ആവുന്നുണ്ടോ, ഇനി എൻ്റെ മൊബൈൽ നോക്കിയാൽ എനിക്കതിൽ നോക്കിയാൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഞാൻ എന്ത് വിളിക്കുക, ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. അതുപോലെ സപ്പോസ് ഞാനൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അവിടെ വെച്ചു. ആ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എൻ്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ കുറേ കൺട്രോൾസ് അവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കൺട്രോൾസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഞാൻ നോക്കണം. ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോളിലെ ഡിസ്കഷൻ. ഓക്കെ ആണോ? നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം കണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഫൈൻ. സോ ഈ ഒരു പോയിന്റിൽ കണ്ട ഈ ഒരു പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഈ ഇൻക്വയറി എന്താണ്, ഇൻസ്പെക്ഷൻ എന്താണ്, ചിലപ്പോൾ ഇത് ഒരു നോളജ് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നേക്കാം. അഗെയിൻ അത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കതിനെ യൂസ് ചെയ്യാൻ വളരെ ബെറ്റർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാരഗ്രാഫ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോയിൻ്റ് ആണെങ്കിൽ കൂടെ ഇതെത്രത്തോളം ആർക്ക് കണക്റ്റായി എന്നുള്ളതൊന്ന് നോക്കാൻ നല്ലതാണ്.
Test of controls are audit procedures to gather sufficient appropriate audit evidence that whether controls are operating effectively or not. If controls are operating effectively, control risk എന്താവും, reduce ആവും. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് താഴോട്ട് വരും. ഓഡിറ്റർക്ക് കൂടുതൽ എഫേർട്ട് എന്ത് ചെയ്യേണ്ടി വരില്ല, മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഇടേണ്ടി വരത്തില്ല. ഇനി കൺട്രോൾസ് പ്രോപ്പറായിട്ട് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൺട്രോൾ റിസ്ക് എന്താവും, കൂടും. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്താവും, കൂടും. അപ്പോൾ ഓഡിറ്റർക്ക് കൂടുതൽ വർക്ക് എഫേർട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇടേണ്ടി വരും. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. സോ ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൽ നിങ്ങൾ ഇൻഡെപ്തിൽ അത് മനസ്സിലാക്കുക, എന്താ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. പിന്നെ നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഓക്കെ ആണോ? ഒരു കുഞ്ഞ് കോൺസെപ്റ്റും കൂടെ ഇന്നത്തെ ദിവസം പറഞ്ഞുതരുവാണെങ്കിൽ, നറേറ്റീവ് റെക്കോർഡ്. അതായത് നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നറേറ്റീവ് റെക്കോർഡുണ്ട്. നറേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഇൻറ്റേർണൽ കൺട്രോൾസ് നല്ലതാണോ മോശമാണോ എന്നെല്ലാം അളക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇൻറ്റേർണൽ കൺട്രോൾസിലെ വീക്ക്നെസ് അല്ലെ സ്ട്രെങ്ത്തിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എസ്സേ പോലെ ഒരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് പ്രോപ്പറായിട്ട് റൈറ്റ് ചെയ്യുന്നതിനെയാണ് ഞാൻ എന്ത് വിളിക്കുക, നറേറ്റീവ് റെക്കോർഡ് എന്ന് പറയുക. ഇതൊരു സ്മോൾ കമ്പനിക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ ഒരു വലിയൊരു കമ്പനിക്ക് ഞാൻ നറേറ്റീവ് റെക്കോർഡ് പോയി കഴിഞ്ഞാൽ ഒരു ബിഗ് കമ്പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ നറേറ്റീവ് റെക്കോർഡ് ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം, നറേറ്റീവ് റെക്കോർഡ് നമുക്ക് തീരത്തില്ല എഴുതിയിട്ട്. സോ വലിയൊരു കമ്പനീനെ ഞാനിങ്ങനെ എഴുതി എത്ര ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാണ് പ്രിപ്പയർ ചെയ്യുക. ഒത്തിരി ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ടി വരും. അതിൽ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും കാണും. അപ്പോൾ എക്സാമിന് അധികവും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സ്ഥാപനം ഇൻറ്റേർണൽ കൺട്രോൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോയ ഓഡിറ്റർ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് എന്നുള്ളത് ഒരു എസ്സേ എഴുതുന്ന പോലെ എഴുതി വെച്ചു. അതൊരു ചെറിയ ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ ഇയാൾ ഉപയോഗിച്ച ടൂൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ എന്ത് എഴുതണോ, നറേറ്റീവ് റെക്കോർഡ് എഴുതണം. ആൻഡ് നറേറ്റീവ് റെക്കോർഡിൻ്റെ അകത്ത് എന്താണ് അഡ്വാൻറ്റേജ്? A written description of a system showing what happens and controls operating at each stage. They are simple to record after discussion with the staff member. They are simple to understand by all members of the internal audit team. എന്താണ് അവിടുത്തെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ, they don't identify control exemption, they just record what is there. Narrative records can become too much, especially if the system is complex or big. അപ്പോൾ എക്സാമിന് അധികവും ഇങ്ങനത്തെ ഏതാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് കാണാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താണ് എന്നും കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ നമ്മളൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കുക. ദീസ് diagrammatically illustrate internal control system. It is easy to view the system as a whole because it is presented in one diagram. Disadvantage എന്താണെന്ന് വെച്ചാൽ changes can be difficult as often the whole flowchart needs redrawing. Narrative notes will still be needed to explain the flowchart and it can be time consuming. അപ്പോൾ നമ്മൾ ഫ്ലോചാർട്ട് ആയിട്ട് ഒരു കാര്യം കൊടുത്താലും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തും കൂടെ വേണ്ടി വരും, നറേഷനും കൂടെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവാണ്. അപ്പോൾ എഗെയിൻ നിങ്ങളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെയാണ് ഇൻറ്റേർണൽ കൺട്രോളിനെ അസസ് ചെയ്തതെങ്കിൽ ഏത് ടൂളാണ് യൂസ് ചെയ്തത്, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും, ഫ്ലോ ചാർട്ടാണ്. നെക്സ്റ്റ് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനിയർ. ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനിയർ എന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് യെസ് ഉണ്ടാകാം, നോ ഉണ്ടാകാം, നോട്ട് അപ്ലിക്കബിൾ എന്ന രീതിയിൽ കൊടുക്കാം. അപ്പം നിങ്ങളതിന് യെസ് എന്നാണ് ആൻസർ കൊടുത്തത് എങ്കിൽ അവിടെ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്, സ്ട്രോങ് ആണ്. ഇനി നിങ്ങൾ നോ ആണ് വരുന്നതെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ വീക്കാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, വെദർ CCTV is fixed by the company, യെസ് എന്നാണ് ആൻസർ കൊടുത്തതെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ സ്ട്രോങ് ആണ്. നോ എന്നാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ വീക്കാണ്. അതുപോലെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിനും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സിമിലർലി ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനിയറിലേക്ക് വരുന്ന സമയത്ത് വൈ കമ്പനി ഹാസ് നോട്ട് ഇൻസ്റ്റാൾഡ് CCTV, അവിടെ നേരെ നമുക്കൊരു യെസ് നോ എന്ന് ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റൂല. പകരം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കേണ്ടി വരും, എന്താണ് അതിന് കാരണം. അപ്പം ജസ്റ്റ് നിങ്ങൾ വെദർ CCTV ഇൻസ്റ്റാൾഡ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, കഴിഞ്ഞ് അവിടെ ഇല്ലയെന്ന് അങ്ങോട്ട് പറഞ്ഞ് തീരുകയാണ്.
അങ്ങനെയല്ല, പകരം നിങ്ങളെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനറിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആൻസർ കൊടുക്കേണ്ടി വരും, എന്തുകൊണ്ട് നിങ്ങളത് കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ അത് വെച്ചില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ നറേറ്റീവ് റെക്കോർഡ്, ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനർ, ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനേഴ്സ്, ഫ്ലോ ചാർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷനിൽ കൊണ്ടുവരണം. ഓക്കെ ആണോ? ഐ ഹോപ്പ് വി ഹാവ് ഡിസ്കസ്ഡ് so many contents today. We have discussed concepts of ethics. We have discussed previous year questions on ethics. We have discussed a question and we have discussed test of controls. അതുകൂടാണ് ഞാൻ എക്സാമിനേഴ്സ് റിപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിളും കാണിച്ചത്. ആൻഡ് ഓൾസോ ഹാവ് ഡിസ്കസ്ഡ് ഇവാലുവേഷൻ കൺട്രോൾ ടെക്നിക്സ്. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എ ക്വിക്ക് റിവിഷൻ ഔട്ട് ഓഫ് ദിസ്. സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെയും കൂടെ നമ്മൾ സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നാളത്തേക്കും വാ, മാക്സിമം നമുക്ക് നാളെയും കൂടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഒരിക്കലും കോൺഫിഡൻസ് കളയല്ലേ. കീ ആയിട്ടുള്ള സെക്ഷൻ ബിയിലെ ഏരിയാസ് നന്നായിട്ടൊന്ന് നോക്ക്. ഞാൻ പറഞ്ഞ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്ക്. ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് സൈനിങ് ഓഫ് ഫോർ ദ ടൈം ബീങ്. സീ യു ടുമോറോ. 6 PM.